വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ സഭാര ദിവസമാണ് ഈ മാസത്തിൻ്റെ 19ാമത്തെ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരാം. ദൈവത്തിന് പ്രസാദം തോന്നിയത് കഴിഞ്ഞ ഈ മാസത്തിൻ്റെ 18 ദിവസവും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യവും തമ്പുരാൻ്റെ കൃപയും നമുക്ക് അനുഭവിച്ചറിയുവാത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത, പ്രാർത്ഥനയിലും ഉപവാസത്തിലും മധ്യസ്ഥതയിലും നമുക്ക് രാവും പകലും ഒരുപോലെ സംബന്ധിപ്പാൻ ദൈവാവസരം കർത്താവ് ഒരുക്കി തന്നു. പ്രാർത്ഥനയിൽ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാതെ വണ്ണം ദൈവത്തിന് ഇടപെടാതെ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം വിജയത്തോടെ കർത്താവ് കൊണ്ടുവന്നു. ആ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ എളിവനെയും ബീനെയും മോളെയും മോനെയും മമ്മിയും പപ്പയുമെയും ഒക്കെ ദൈവാത്മാക്ഷേമത്തോടെ കർത്താവ് മറച്ചു. ശിശുക്കൾ സംബന്ധമായ നിലയിൽ അല്പം ദീർഘദൂരങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നു, ശുശ്രൂഷിക്കേണ്ടി വന്നു. ഉറക്കളിപ്പുണ്ട്, ശരീരത്തിനകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്ഷീണത്തിൽ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് അനുഗ്രഹവും കോട്ടയുമായിരുന്നു. ഇനിയും ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാവിലെ സമയം നമ്മുടെ സന്ധ്യ സിസ്റ്റർ നമ്മോടൊപ്പം ചില ആഴ്ചകളായിട്ട് വരാൻ കഴിയാതെ വണ്ണം മാതാവിൻ്റെ ചികിത്സയോട് ബന്ധത്തിൽ ആ പ്രിയപ്പെട്ടവൾ അവിടെ ആയിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുവന്നുവെങ്കിലും അതിൻ്റെതായ വിടുതലുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരിയും അല്പം മാനസിക വിഷമത്തിലാണ്. നമുക്ക് വീണ്ടും ആ സഹോദരിയോർത്ത് പ്രാർത്ഥിക്കാം. അഭിദേവും നമ്മോടൊപ്പം ആരാധിപ്പാൻ ദൈവാലയത്തിൽ കടന്നു വന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്ററിൻ്റെ മാതാവും ശരീരക്ഷീണമാണെന്ന് അറിവാടിയാക്കി ദൈവം ആ മാതാവിനും വേണ്ടുന്ന സൗഖ്യം ദൈവം നൽകട്ടെ. ഞാൻ ഓർത്തു സിസ്റ്റർ വരത്തില്ലെന്നാണ്, എങ്കിലും സിസ്റ്റർ ദൈവ ആരാധനയ്ക്ക് കർത്താവ് കൊണ്ടുവന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ വരേണ്ട നീ എന്ന് പറഞ്ഞ കുഞ്ഞ് ഇന്നലെ വിളിച്ച് അങ്കളെ ഞാൻ ആലയത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അല്പം അതിരാവിലെ തന്നെ ചർച്ചിൽ കടന്നു വന്നു. കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തൊണ്ടവേദനയും ക്ഷീണവും ഉണ്ട്, പനിയെന്ന് തോന്നുന്നു എന്ന കാര്യം ഓർപ്പിച്ചു. ആ കുഞ്ഞിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവം ആ കുഞ്ഞിനെ മാനിക്കട്ടെ. നമ്മുടെ വരേണ്ടതായ ഗ്രേസ് സിസ്റ്റോ നമ്മുടെ മറ്റേ മോനോ കാണാനില്ല. ദൈവം അവരെ കർത്താവ് മാനിക്കട്ടെ. ദൈവത്തിൻ്റെ വിടുതൽ ചിലപ്പോൾ അവർ നാട്ടിൽ പോയിരിക്കാം. ദൈവം മാനിക്കട്ടെ. എല്ലാ ദൈവമക്കളെ വിശേഷാൽ ഓൺലൈനിൽ കൂടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന കുഞ്ഞുമോൾ ആൻറ്റി, ഷീന ആൻറ്റി ഉണ്ട്, അപ്പോൾ ജെസ്സി ആൻറ്റിയുടെ ജോമൽ സിസ്റ്റർ ഉണ്ട്, ആൻമോളുണ്ട്, സന്ധ്യ സിസ്റ്റർ ഉണ്ട്. നിങ്ങളെ വിശേഷാൽ ഈ പ്രാർത്ഥനയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. ഒരപ്പൻ്റെ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളിലെല്ലാം നമുക്കായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. നിരവധി മരണങ്ങൾ, നിരവധി നമുക്ക് വിലപ്പെട്ടവരും പ്രിയപ്പെട്ടവരും നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തവർ പലരും നമ്മെ വിട്ട് വാങ്ങിപ്പോയ ഒരാഴ്ച കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞെട്ടലോടുകൂടിയാണ് പല സംഭവങ്ങളും ഹൃദയത്തിനകത്തേക്ക് വന്നത്. എങ്കിലും ദൈവം നമ്മെ എത്രത്തോളം നടത്തിയ കൃപയ്ക്ക് ദൈവത്തെ വാഴ്ത്തും. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂരങ്ങളിൽ വിദേശങ്ങളിലായിരിക്കുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ഏഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായ സംഘർഷം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട അനേകർ അവിടെ അധ്വാനിക്കുന്നു, പലരും ജോലി നഷ്ടപ്പെട്ടു, പല ദുഃഖങ്ങളും അവരനുഭവിക്കുന്നു. ദൈവം അവരെ മാനിക്കട്ടെ, ദൈവം സംരക്ഷിക്കട്ടെ, ദൈവം അവരെ ആദരിക്കട്ടെ. ദൈവസന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിൻ്റെ ദൂതിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കെടുക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം. 1 ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 10. പ്ലീസ് വായിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ യഹോവ വന്നു നിന്നു. അപ്പോൾ മതി. അപ്പോൾ യഹോവ, എല്ലാവരും ഉറക്കെ പറയാമോ? ചേർന്ന് പറയാമോ? അപ്പോൾ യഹോവ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോ. ബിൻമേരി ആൻറ്റി ഉറക്കെ പറഞ്ഞില്ല. വന്നു അതാണ്. ഇനി പറഞ്ഞു തന്നാൽ ഒന്നും കാണത്തില്ല അതിനകത്ത്.
അപ്പോൾ യഹോവ വന്നു നിന്നു. അല്ലേ അഭിദേവ് പറഞ്ഞേ? ആർക്ക് വേണ്ടി? എനിക്ക്, നമുക്കെന്ന് പറയണ്ട, എനിക്ക് വേണ്ടി നമുക്ക് സ്വോത്രം ചെയ്യാം. ആർക്ക് വേണ്ടി വന്നു നിന്നു? എനിക്ക് വേണ്ടി. അപ്പം ഇന്ന് രാവിലെ വിശ്വസിക്കാമോ? എനിക്ക് വേണ്ടി നിങ്ങൾ വരുന്നതിന് മുമ്പിൽ എൻ്റെ യഹോവ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. കർത്താവ് വന്ന് നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉദ്ദേശമുണ്ട്, അല്ലേ? ഉണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ഈ മാസത്തിൻ്റെ 19-ാം ദിവസം യഹോവ നമുക്ക് വേണ്ടി വന്ന് നിൽക്കുന്നു. അത് ആത്മാവിൽ നാം ഇന്ന് രാവിലെ കണ്ട് ആ വന്നത് എന്തിനു വേണ്ടിയെന്ന് നമുക്ക് ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി വാങ്ങിക്കൊണ്ട് വേണം നാം ഇതിന് സഭാരന കഴിഞ്ഞ് പോകാൻ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ തൊണ്ട അടഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വലിയ ഒരു സഭയിലാണ് കുമ്പനാട് പ്രസംഗിക്കാൻ പോയത്. 5-6 സ്പീക്കറുണ്ട്. പക്ഷെ ഇരിക്കുന്നതെല്ലാം മുതുക് കളന്മാരാണ്. യോമാർക്കൊന്നും എന്ത് വേണ്ട, ശബ്ദം കൂട്ടുമ്പോൾ പറയും കൂടെ. ഞാൻ എങ്ങനെ ആ മിക്സറുകാരനെ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവൻ കൂട്ടും. വീണ്ടും ഞാൻ ആത്മാവ് പ്രസംഗിക്കുമ്പോൾ വീണ്ടും കുറയ്ക്കും. സ്വത്രം. അങ്ങനെ ആ വ്യക്തി എന്നെ ഇട്ട് പ്രസംഗിപ്പിച്ചിട്ട് തൊണ്ടയല്ല, ഞാൻ അദ്ദേഹത്തിന് നോട്ടം നോക്കിയിട്ടാണ് തിരിച്ചു വന്ന സ്വത്രം വയ്ക്കുക. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ എനിക്ക് തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവജനം പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കാൻ തക്കവണ്ണമുള്ള ദൈവകൃപ തരാൻ പ്രാർത്ഥിക്കണം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവ വന്നു നിന്നു. ആർക്ക് വേണ്ടി യഹോവ വന്നു നിന്നു? അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൻ്റെ ആ വെളിപ്പാട് നമുക്ക് ഇന്ന് രാവിലെ സമയം എടുക്കാം. അതിനു മുമ്പിൽ 1-2 വാക്യം കൂടി എനിക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. 33-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു തരാമോ? ജനസ് ചാപ്റ്റർ 3 വേഴ്സ് 8 and 2-15. സ്വോത്രം വായിച്ചേ. വെയിലാറിയപ്പോൾ യഹോവ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. യഹോവ തോട്ടത്തിൽ വന്നു നിന്നു. അടുത്ത 2-ന്റെ 15-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ തോട്ടത്തിലാക്കി വെച്ചു. അവിടെ സ്വോത്രം. അപ്പൊ 2:15 ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചു. 3-ാമത്തെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം തോട്ടത്തിൽ വന്ന് നിൽക്കുന്നു. ഇന്ന് രാവിലെ സമയം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ വിഷയത്തിനകത്തും ദൈവം വന്ന് നിൽക്കുകയാണ്. ഭാര്യയും ഭർത്താവുമായി നിൽക്കുന്ന ആദാമിനെ ഹവ്വയുടെയും വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഡേ ബൈ ഡേ തോട്ടത്തിൽ വന്ന് നിൽക്കും. സ്വോത്രം ചെയ്യുക. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വെളിപ്പാടെടുക്കണം. എൻ്റെ വീട്ടിൽ ആര് വന്ന് നിൽക്കും? യഹോവ വന്ന് നിൽക്കും. എൻ്റെ ചർച്ചിൽ ആര് വന്ന് നിൽക്കും? യഹോവ നിൽക്കും. ഞാൻ ജോലി സ്ഥലത്ത് ആര് നിൽക്കും? യഹോവ നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ എവിടെയും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് സഞ്ചരിപ്പാൻ തക്കവണ്ണം ഈ വെളിപ്പാടിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ യഹോവ വന്നു നിന്നു എന്ന പദം നമുക്ക് യഹോവയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഹോവ എന്ന് പറയുമ്പോൾ പരിശുദ്ധൻ എന്നാണ്. എന്നല്ലെങ്കിൽ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും കാരണഭൂതനും സകലത്തിൻ്റെ ലാക്കുമായ ഒരു വ്യക്തിയുടെ പേരാകുന്നു യഹോവ എന്ന വാക്ക്. യാഹ്വ എന്ന വാക്കാണ്. YAHWH എന്ന വാക്ക് യാഹ്വ എന്ന വാക്കിൻ്റെ അർത്ഥം എൽഷഡായ് എന്ന് പറയാം, സർവശക്തി എന്ന് പറയാം, എലോക്കീം എന്ന് പറയാം. സൃഷ്ടിക്കുന്ന കർത്താവ്, സർവശക്തനായ കർത്താവ്, നിർമ്മിക്കുന്ന കർത്താവ്, ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് എന്നിത്യാദി പദങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട വിശിഷ്ടമായ ശ്രേഷ്ഠമായ നാമമാണ്
യഹോവ എന്ന നാമം ബൈബിൾ പറയുന്നു, ആ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകുടെയും ഭൂലോകുടെയും അധോലോകുടെയും മുട്ടുകൾ മൊത്തം മടങ്ങത്തക്കവണ്ണമുള്ള ശക്തിയും അധികാരമുള്ള നാമമാണ് യഹോവ എന്ന നാമം. കരമൊന്നടിച്ച് ആ നാമത്തിന് ഒരു സ്തോത്രം കൂടെ നന്ദിയോടെ പറയാമല്ലോ. ആ വലിയ നാമം ധരിപ്പാൻ, ആ വലിയ നാമത്തെ കീഴിൽ വരുവാൻ എളിയവന എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ മഹാഭാഗ്യമാണ് ഇന്നലെ സഭാരാധന ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാര്യം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമല്ലോ, ആമേൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ്റെ ഭാര്യയ്ക്ക് വന്ന ആക്സിഡൻറ്റ്, അതിൻ്റെ ഒരു ഫോട്ടോ എന്നെ കാണിച്ചു. ആ ഞെട്ടൽ ഇതുവരെ ഇപ്പം ഞാൻ മാറിയിട്ടില്ല. ആ ദൈവദാസനും ദാസിയുമായിട്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് പ്രൈവറ്റ് ബസ് ഇടിച്ചു. ആ സഹോദരി നിലത്ത് വീണു. അവിടെ ഇടത് കൈയുടെ പുറത്തു കൂടി പ്രൈവറ്റ് ബസ്സിൻ്റെ ടയർ എന്ത് ചെയ്യുന്നറിയാമോ? സ്വത്രം കയറി ഇറങ്ങി, ചതഞ്ഞു, എല്ല് പൊടിഞ്ഞു. ആ എല്ല് കണ്ടു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ എല്ലിനെ ജീവനോടെ കാണുന്ന വാക്ക്. എല്ല് കാണുന്നു, പക്ഷെ ഇങ്ങനെ കാണുന്നു ആദ്യമായിട്ട്. മമ്മസെല്ലാം ചീറിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. സ്വത്രം. ഞാൻ ചില ദൂത് പറഞ്ഞപ്പോൾ ആ ദാസി പാസ്റ്റർ ഒക്കെ കരച്ചിലായിരുന്നു. അപ്പോഴാണ് കാണിച്ചത്, ഇതാണ് വാസ്തവ കാര്യം. സ്വത്രം. ഞാൻ പറഞ്ഞ അർത്ഥം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം യഹോവ നമുക്കാരായിരുന്നു? സംരക്ഷകനായി നിന്നു. അതിന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യണം. എത്ര അനർത്ഥങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് പുതിയപ്പെട്ട അന്തരീക്ഷത്തിൽ സ്വർഗം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കായി ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ അല്പം ആഴത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് നിന്ന് തന്നെ ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാം. എപ്പോൾ എന്ന പദത്തിന് നാം അവിടെ അഡ്രസ് കൊടുക്കുകയാണ്. എപ്പോൾ, അല്ലെങ്കിൽ ആ വാക്ക് എപ്പോൾ എന്ന പദം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യഹോവ വന്നു നിന്നു. എപ്പോഴാണ്, എന്തിനാണ്, എങ്ങനെ ആയതുകൊണ്ടാണ് വന്നത്? അതുകൊണ്ട് ആ വചനത്തിൻ്റെ മറുപടി നമുക്കൊന്നുകൂടി ആ വാക്ക് ധ്യാനിക്കാം. 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. സ്വന്തം അമ്മ ശമൂവേൽ എന്ന് ദൈവത്തിന് ചോദിച്ചു വാങ്ങിയവൻ എന്ന അർത്ഥത്തോടെയുള്ള ശമൂവേലിന്റെ അമ്മ ശമൂവേലിനെ ദൈവത്തിന് സമർപ്പിച്ചത് കൊണ്ട് എനിക്കായി സമർപ്പിച്ച, എനിക്കായി ജീവിതത്തെ വിട്ടുകൊടുത്തതിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്പർ 1 യഹോവ വന്ന്. അല്ല, 50-50 അല്ല, ആണോ? 50-50 ബിസ്ക്കറ്റ് അറിയത്തില്ലേ? അറിയാം, അത് ഞാൻ തന്നെയാണ്. സ്വത്രം ചെയ്യുക. സ്വത്ര 50-50, 50% പഞ്ചസാരയും 50% ഉപ്പും. ഇപ്പോൾ ഷുഗറുകാരുടെ കയ്യിലല്ല ഇപ്പം എന്തുണ്ട്? 50-50, പകുതി പഞ്ചസാരയും പകുതി ഉപ്പും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അടുക്കൽ യഹോവ വരാത്ത കാര്യം എന്താ? അങ്ങനെ പറ, ഉറക്കെ പറ, നിങ്ങൾ ഇനിയും മിണ്ടൂല. നിങ്ങൾ സ്വത്രം പയ്യ ഉറക്കെ പറ, സാമി സ്വത്രം. യഹോവ എൻ്റെ മുമ്പ് നിൽക്കാത്ത കാര്യം എന്താ? അഖിതേ പറ. അഖിതേവ് എന്തായാലും ടൂർ കഴിഞ്ഞ് വന്ന് നിൽക്കുക. സ്വത്രം. പ്രൈസ് ഗോഡ്. യഹോവ എനിക്ക് വേണ്ടി വന്നിക്കാത്ത കാര്യം എന്താ? എൻ്റെ വീട്ടിൽ ദൈവം വരാത്ത കാര്യം എന്താ? യഹോവയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് യഹോവ നമ്മുടെ അടുക്കൽ വരുന്നില്ലെന്ന വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ശമൂവേൽ 1-ാം പുസ്തകം 1-ാമത്തെ വാക്യത്തെ പറയുന്നു, ശമൂവേലിനെ 100% യഹോവയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട്, യഹോവയ്ക്കത് മനസ്സിലായതുകൊണ്ട് യഹോവ അവനെ സംരക്ഷിപ്പാൻ അവന്റെ മുമ്പിൽ വന്നിക്കുകയാണ്. പിടികിട്ടിയല്ലോ? ഏകദേശം ഐഡിയ കിട്ടിയെങ്കിലും സ്വതന്ത്രം ചെയ്താട്ടെ. ഞാനും ഇന്ന് യഹോവയുടെ കയ്യിൽ 100% സമർപ്പിച്ചാൽ ഇന്ന് കാണാൻ പറ്റും
വന്ന് നിൽക്കുന്ന യഹോവയെ. കേട്ടോ അച്ഛാ, ദൂത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയും എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. അറിഞ്ഞറിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത സ്ഥിതി ആയി. നമുക്കൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴാണ് അറിയുന്നവൻ ഇറങ്ങി വരുന്നത്. കാര്യം മനസ്സിലാകുന്നുണ്ട്? കർത്താവ് എനിക്കൊന്നും അറിയത്തില്ല, ഐ ആം ബിഗ് സീറോ എന്ന് നമ്മൾ പറഞ്ഞു നോക്കിയേ. അറിയുന്നവൻ ഇറങ്ങി വന്ന് പറയും ബാക്കി കാര്യം ഞാൻ ചെയ്താൽ നീ ഉണ്ടാ പോയിരിക്കാൻ പറയും. അതാണ് യഹോവയുടെ പ്രത്യേകത, അത് ദൈവത്തിന്റെ പ്രത്യേകത. അവൻ വാക്കോണം 1-28 വാക്യത്തിൽ പറയുന്നു, ഞാൻ അവനെ യഹോവയ്ക്ക് വേണ്ടി നിവേദിച്ചിരിക്കുന്നു എന്ന് ഹന്ന പറഞ്ഞ് അവനെ ആലയത്തിൽ കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ തമ്പുരാന്റെ മുഖത്തൊരു ചിരി. ആ ചിരി ഒന്ന് ഭാവന കാണുന്നത്. ചിരിക്കും പറയുന്നു, നിങ്ങളെ വാക്ക് നോക്കി. ആമേൻ. ഈ ആമേൻ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചേ. ഏലിയുടെ മുമ്പാകെ യഹോവ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അടുത്ത വാക്യം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, അടുത്ത വാക്യം. ദർശനമേറെ ഇല്ലായിരുന്നു. അടുത്ത വാക്യം. ആ കാലത്ത് ഒരിക്കൽ ഏലി സ്ഥലത്ത് കിടന്നുറങ്ങി. ഇനി 13-ാമത്തെ വാക്യം. അവന്റെ പുത്രന്മാർ ഉറക്കെ വായിക്കുക പെട്ടെന്ന്. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവരെ അറിഞ്ഞിട്ടും അവരെ ശാസ്ത്ര അമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും. ദൈവം ചിരിച്ച കാര്യം എന്ന് പറഞ്ഞ കാര്യം, ദൈവത്തിന് പ്രതീക്ഷിച്ച ഒരു ഏലി ഉണ്ടായിരുന്നു. ഏലിയുടെ 2 മക്കൾ ഒഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. ഇവർ 100% എനിക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് ദൈവത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇപ്പോൾ 50% അല്ല, 0% ആണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പോഴാണ് ഒരു അമ്മയും മോനും വന്ന് പറഞ്ഞിട്ട്, അമ്മ പറയാണ് ഞാൻ ഇവനെ 100% ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോഴാണ് കർത്താവ് ചിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച ആരെയാ? ഏലിയെ പ്രതീക്ഷിച്ചു. മക്കളുടെ പേര് പറ. അങ്ങനെ പറ. സ്തോത്ര. ഒഫ്നിയെയും ഫിനെഹാസിനെയും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ യോമാരെല്ലാം എന്ത് ചെയ്തു? അകൃത്യം ചെയ്യുന്നവരും വഷളന്മാരും അവർ യാഗപീഠത്തെ അശുദ്ധമാക്കി യാഗമൃഗത്തെ ആ മുപ്പല്ല് കൊണ്ട് കുത്തിക്കൊണ്ട് പോയിക്കൊണ്ട് ഇറച്ചി വെച്ച് ചാറുണ്ടായി കഴിക്കുന്ന സ്വഭാവം വന്നപ്പോൾ യാഗപീഠത്തെ അശുദ്ധമാക്കുന്നവനുമായി മാറിയപ്പോൾ ദൈവത്തിന് ഭയങ്കര കോപം കൊണ്ട് മൂത്ത് നിന്നപ്പോഴാണ് ഒരുത്തനെ കൊണ്ട് പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി നിവേദിച്ചിരിക്കുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ മുഖത്ത് എന്ത് വന്നത്? ഒരു ചിരി വന്നത്. കർത്താവ് പറഞ്ഞ വാക്കാണ്, ഞാൻ പ്രതീക്ഷിച്ചവനെ കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒന്നിനെ കിട്ടിയല്ലോ. ഇന്ന് ഞാൻ സഭാരാധന ദൈവശബ്ദം ദൈവമക്കൊണ്ട് ആത്മാവിൽ പറയാം. ആമേ, പലരും പിന്മാറ്റക്കാരും ദൈവദോഷികളും ദൈവസ്നേഹം വിട്ടും ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചിട്ടും അത് പ്രാപിക്കാത്തവരെ പോലെ ജീവിക്കുന്ന അന്തരീക്ഷം, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ പോലെ ജീവിക്കുന്നുണ്ടാകുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ യഹോവയ്ക്ക് 100% എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമർപ്പിക്കപ്പെട്ട എൻ്റെ മുമ്പിൽ യഹോവ വന്ന് നിൽക്കും. വന്നിക്കുന്ന അവന് ഉദ്ദേശമുണ്ട്. കാര്യമൊന്ന് അടിച്ചാത്മാൽ പറയാമോ? ഇന്ന് രാവിലെ 100% ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ശമൂവേലിനെ പോലെ സമർപ്പിക്കാൻ താല്പര്യപ്പെട്ടു നോക്കൂ. ആ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ദൈവം വന്നു നിൽക്കുന്നു. സ്തോത്ര. ഞാൻ അതിന്റെ മേഘത്തിൽ ആദൂത് പോകാം. 2-ാമത്തെ ചിന്ത, ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണേ. 2:21. യഹോവ ഹന്നെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെ 2 പുത്രിമാരെ പ്രസവിച്ചു. ശമൂവേൽ ബാലൻ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. അപ്പൊ വന്ന് നിൽക്കേണ്ടി വരത്തില്ലേ? എന്തുകൊണ്ട് യഹോവ വന്ന് നിന്നു? ഒന്നാമത്തെ കാര്യം സമർപ്പിച്ചത് കൊണ്ട്. 2, എവിടെ വളർന്നു? യഹോവയുടെ. നിങ്ങൾ ആ വചനം പഠിക്കണം. അതുകൊണ്ട് ഞാൻ നിർത്തി പറഞ്ഞ വാക്ക് പ്രേസസ് മനസ്സാകുന്നുണ്ടല്ലോ. സ്വോത്രം. 1, എന്തുകൊണ്ട് യഹോവ വന്ന് നിന്നു? നമ്പർ 1, ഒരു മകനെ ഒരമ്മ 100% ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവന്റെ ഹൈ റെസ്പോൺസിബിലിറ്റി, അവന് വേണ്ടി സകല ഉത്തരവാദിത്വം എൻ്റെ യഹോവ ഏറ്റെടുത്തിട്ട് അവന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. ആരാ? സ്വർഗത്തിലെ അപ്പൻ.
ശമൂവേലിനിപ്പോൾ അപ്പനായിട്ടോ അമ്മയായിട്ടോ ഇപ്പോൾ ആരേ ഉള്ളൂ? യഹോവ മാത്രമേ ഉള്ളൂ. യഹോവ നിൽക്കുകയാണ്. നമുക്കതിൽ ആഴം മനസ്സിലാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒന്ന്, യഹോവയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് യഹോവ അവനെ സംരക്ഷിക്കാൻ വന്നു നിന്നു. രണ്ട്, ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. അപ്പോൾ എത്ര സന്നിധി ഉണ്ട്? നിങ്ങൾ സന്നിധി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്നിധി അറിയാം? ഇപ്പം തന്നെ കറുത്ത് കൊടുത്തുകൊണ്ട് സന്നിധി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി കൊടുത്തു. സന്നിധി പോകുന്നതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരുത്തൻ്റെ കാലിന് ചെരുപ്പില്ല, എല്ലാം കറുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോകുന്നു? അപ്പോൾ എന്നെ വിളിച്ച് ഭാവിച്ച പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് കലണ്ടർ നോക്കിയപ്പോഴാണ് പാസ്റ്റർ ഇന്ന് കർക്കിടകം ഉണ്ടെങ്കിൽ വന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സന്നിധി പോയിട്ട് തിരിച്ചു വരുന്ന വരവ് കാണണം. ബോധം കെട്ടും, വെള്ളം അടിച്ചും, അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു വിളിയും ഇങ്ങോട്ടൊരു വേറൊരു വിളിയുമായിരിക്കും. കണ്ടിട്ടില്ലേ? സ്തോത്രം വേഗം. സന്നിധി പോകുമ്പോൾ വിളിച്ചിട്ട് പോകുന്നത് സന്നിധി പോകുന്നേന്ന് വിളിച്ചോണ്ട് പോവുകയാണ്. സന്നിധി പോയിട്ട് വരുമ്പോൾ വേറൊരു വിളിയുമായി തിരിച്ചു വരികയാണ്. പക്ഷേ ശമൂവേൽ ബാലനോ ഒറ്റ വിളിയേ ഉള്ളൂ. യഹോവയുടെ സന്നിധിയിൽ വളർന്നു നിൽക്കുന്ന ശമൂവേലിനെ കണ്ടപ്പോൾ യഹോവ അവന് വേണ്ടി ഇറങ്ങി വന്ന് അവനെ സംരക്ഷിപ്പാൻ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാൽ പറയാം, മറ്റാര് വരുന്നതിനേക്കാളും മറ്റാര് വരാൻ തക്കവൻ താല്പര്യപ്പെടാൻ നിൽക്കുമ്പോൾ വരാൻ ആഗ്രഹിക്കുക. വരാൻ തക്ക ഉള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യഹോവ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് ആത്മാവ് പറയാമോ? മറ്റാര് കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് കേൾക്കാതെ പോകുമ്പോൾ എൻ്റെ അവസ്ഥയോ എന്റെ സാഹചര്യവും എന്റെ ശൂന്യതകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടി വന്ന് അവൻ നീപ്പാൻ കരുത്തുള്ള ഒരുവൻ മാത്രമാണ്, യഹോവ മാത്രമാണ്. അതുകൊണ്ട് രാവിലെ പറയാ, അതുകൊണ്ട് എൻ്റെ ജീവകാലം മുഴുവനും ഞാൻ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. സ്തോത്രം. അപ്പോൾ യഹോവ എൻ്റെ മുമ്പ് വന്ന് നിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം, യഹോവയുടെ സന്നിധി നിൽക്കണം. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ ഈ ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾ സമർപ്പിച്ചിട്ടേ പോകാവൂ. സമർപ്പിച്ചിട്ട് പോകുമ്പോൾ അടുത്ത വർഷം അന്റാർട്ടിക്കിൽ നിന്ന് പൊങ്ങി വരരുത്. അടുത്ത ആഴ്ചകളെല്ലാം മീറ്റിംഗ് സംബന്ധിച്ച് വിടുതൽ പ്രാപിച്ച്, കർത്താവേ നിന്റെ സന്നിധി സന്തോഷമുണ്ട്, നിന്റെ വലത്തുഭാഗത്തൊന്നും പ്രബോധനമുണ്ട്. അങ്ങനെയാണ് യഹോവയുടെ സന്നിധി സന്തോഷം പ്രാപിപ്പാൻ അവൻ്റെ ശബ്ദത്തിന് പ്രബോധനം അനുഭവിച്ചുകൊണ്ട് അവനെ പിശാചിട്ട സകല വെള്ളികൾ അടിച്ചു മാറ്റി ആത്മധൈര്യപ്പെട്ട് സഞ്ചരിക്കത്തക്ക നിലയിൽ ഞാൻ യഹോവയുടെ സന്നിധിയിൽ വസിക്കത്തക്കവണ്ണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ 23-ാം സങ്കീർത്തന അവസാനത്തെ വാക്യം വായിച്ച് ജേസേ കാണാതെ പറ. അങ്ങനെ പറ, എന്തോന്ന് എങ്കിൽ 1-ാം വാക്യം പോലും വായിച്ചാൽ പോയി. ഇടയ്ക്ക് ചോദിച്ചു. അപ്പം 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പറ. കൂരി സ്തോത്രം. അപ്പം ഞാൻ പെട്ടെന്നൊക്കെ ചാടിക്കറി പറയാം. അപ്പം അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ. ഇനി 91-ാമത്തെ വാക്യമോ? ദീർഘായുസ്സുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? അതാണ് വിഷയം. സ്തോത്രം. അതുകൊണ്ട് ആ വാക്യത്തിനകത്ത് കൊടുത്ത് വാക്കൊന്ന് വായിച്ച് ഇടയ്ക്ക് ഞാൻ വായിപ്പിക്കുകയാണ്. 1 ശമൂവേൽ 7:15 വാക്യം വായിച്ചേ. 7:15. ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം. ജീവപര്യന്തം. പുള്ളി വയോവൃത്തനാകുന്നവരെ പുള്ളി എവിടെ ഉണ്ട്? അവ മുലകടി മാറിയ ശേഷമാണ് എവിടെ എത്തിയത്? എത്ര വരെ നിന്നു? നമ്മളായിരുന്നെങ്കിലോ ആദ്യത്തെ എടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നത്തേതിൽ പറയും പാസ്റ്റർക്ക് അറിയത്തില്ലേ പാസ്റ്റർ കാര്യങ്ങളൊക്കെ. അവ ആർക്കിട്ട് കൊടുത്തു? ദാവീദിന്. പാസ്റ്റർ കിട്ടുകയെന്ന്. സ്തോത്രം. പാസ്റ്റർക്കെല്ലാം അറിയാം ഇല്ലേ ചാ? സ്തോത്രം. നമ്മളാകപ്പാട് കുർത്തക്കേട് അയക്കുന്നപ്പോൾ വെട്ടിക്കിളി കൊണ്ട് വെട്ടിക്കൊണ്ട് പോകും. സ്തോത്രം. യഹോവയുടെ സന്നിധി നിന്ന് കഴിഞ്ഞാൽ ആര് വരത്തില്ല. അല്ലെങ്കിൽ വെട്ടിക്കിളി വന്ന് അടിച്ചുകൊണ്ട് പോകും. അവസാനം പറയും പാസ്റ്റേ ആകപ്പാട് കുരിശക്കേടാണ്, ഞാനിപ്പോൾ ഐശ്വര്യാത്താന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറയും അവിടെ കിടക്കാൻ പറയും. കാര്യം ദൈവസന്നിധി നിന്നെങ്കിലേ വെട്ടിക്കിളി വരാതിരിക്കത്തുള്ളൂ. ദൈവസന്നിധി വിട്ടുപോയി കഴിഞ്ഞാൽ ഐശ്വര്യത്തായിരിക്കും നമ്മൾ കയറി പ്രമോഷൻ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം കാര്യം, ശമൂവേൽ
യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്തു? നിന്നു, വളർന്നു. അടുത്ത വാക്യം 1 ശമൂവേൽ പുസ്തകം 2-26 വാക്യം. 2:26 വേഗത്തിൽ. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അതെ, ആ വാക്യം മൂന്നാമത്തെ ആശയം, ദൈവസന്നിധി വന്നവന് ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും പ്രീതി കിട്ടി. അപ്പൊ യഹോവ എന്തിനാ വന്നത്? പറ, ഉറക്കെ പറ. നിങ്ങൾ ആ വാക്യത്തെ നന്നായിട്ട് ആഴത്തിൽ മനസ്സിലാക്കി പറയണം. ഒന്ന്, അവനെ സമർപ്പിച്ചത് കൊണ്ട് യഹോവ വന്നു നിന്നു. 2, അവൻ ദൈവസന്നിധിയിൽ വളർന്നത് കൊണ്ട് യഹോവ വന്നു നിന്നു. 3, അവൻ്റെ സ്വഭാവം ദൈവ സ്വഭാവം ആയതുകൊണ്ട് ദൈവം വന്നു നിന്നു. നമ്മുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാലോ? പറ, ആരും പറയത്തില്ല. നിങ്ങളെല്ലാവരും അപ്പോഴ് സ്വർഗത്തെ അരമണിക്കൂർ മൗനം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മൗനം. കുത്തുകൊള്ളുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടത്തില്ല. സ്തോത്രം. നമ്മൾ പറയണം, കർത്താവ് ആമേൻ, കർത്താവ് യേശു വേഗം. എവിടെ? ഈ ആഴ്ച ഈ ഇത്രയും നമുക്ക് വന്നിട്ട് കുറേ നാളായി. ആ ഇരിപ്പും പോക്കും കാണുമ്പോൾ അറിയാം ഈ ആഴ്ച ഒന്നും ആരും വന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ. പിന്നെ ഒരു സൈക്കോളജിക്കലായിട്ടൊരു മൂവിങ് നമ്മൾ പോകുന്നവ ഉണ്ടെന്നൊക്കെ തോന്നൽ. സ്തോത്രം. ഞാനും പറയും ശരി, അങ്ങനെ ഇരിക്കട്ടെ, തോന്നൽ തെറ്റാകണ്ട. പ്രൈസ് ദി ലോർഡ്. ഓർത്തോണം, യഹോവ എൻ്റെ അടുക്ക വന്ന് നിൽക്കുന്നു. അങ്ങ് നിന്നതിൻ്റെ കാര്യം ഞാൻ യഹോവയ്ക്ക് സമർപ്പിച്ചു. 2, ഞാൻ വളർന്നു, യഹോവയുടെ സന്നിധിയിൽ വളർന്നു. 3, എൻ്റെ ക്യാരക്ടർ ദൈവത്തിനും മനുഷ്യനും അവൻ ഇഷ്ടമുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് അവൻ ക്യാരക്ടറിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകാതെ വന്നപ്പോൾ അവൻ യഹോവ അവനെ അനുഗ്രഹിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പം നമുക്ക് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാം? ദൈവം 60 നല്ല വാക്യൻ്റെ അകത്ത് കയറി വരുന്നു. 68 4 വാക്യം വായിച്ചേ. ഏത് 68? സങ്കീർത്തനം 68:4. നിങ്ങൾ, ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചു. ശ്വാസം മുട്ടിയാ വായിക്കുന്നത്. കുറെ ആഴ്ച വായിച്ചിട്ട് വായിക്കും. ഒന്നുകൂടെ വായിക്കും. സ്വത്രം വായിക്കും. ദൈവത്തിന് പാടുവിൻ, അവന് നാമശ്രുതി പാടുവിൻ, മരുഭൂമിക്ക് വാഹനമേറി വഴുതിരപ്പാക്കുവിൻ, യാഗെന്നാണ് അവൻ്റെ പേര്. അപ്പൊ എൻ്റെ മരുഭൂമി മാറ്റാൻ, എൻ്റെ ശൂന്യത മാറ്റാൻ, എൻ്റെ തകർച്ച മാറ്റാൻ, എൻ്റെ ഇല്ലായ്മ മാറ്റാൻ, എൻ്റെ അനാഥത്വം മാറ്റാൻ, ഞാൻ അനുഭവിച്ച ത്യാഗം മാറ്റാൻ എനിക്ക് വേണ്ടി ആ പ്രശ്നത്തിമേ ഇറങ്ങി വരുന്നോര് യഹോവ വരികയാണ്. അവൻ വരുന്നതിന് വേണ്ടി വഴുതിരപ്പാക്കു. നോക്കൂ, അങ്ങനെ യഹോവ വന്നു കഴിഞ്ഞാൽ 20 വാക്യത്ത് വായിക്കുന്നു, ദൈവം നമുക്ക് ഉദ്ധാരമാകുന്നു. മരണത്തെ നീക്കുപോക്കുകൾ യഹോവ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു. നോക്കൂ, യഹോവ വന്നു കഴിഞ്ഞാൽ ഉത്ഥാനമുണ്ടാകും. യഹോവ വന്നു കഴിഞ്ഞാൽ മരണം മാറും. സ്തോത്രം. ഒരിക്കൽ സാത്താൻ പറഞ്ഞു, ചുമ്മാ അല്ല, നീ വേലി കെട്ടി പറ. ചുമ്മാ അല്ല, പുള്ളിക്കാരെ അന്യഭാഷയും ഗ്ലോറിയും ബ്ലഡും പറയും 100% പുള്ളി ഇങ്ങനെ ഫുൾ സീ നിൽക്കുന്ന കാര്യം നീ അവന് പുള്ളി ഗ്ലോറിയൊക്കെ ഞാൻ കുറയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാം. പുള്ളിയുടെ ആത്മീയ ആർത്തിയൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. നിന്റെ മുഖത്ത് നോക്കി തള്ളി പറഞ്ഞ് ഞാൻ തന്നെ കാണിച്ചു തരാം. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, എങ്കിൽ പിന്നെ ഞാൻ നിന്റെ ആ വേലി അങ്ങ് പൊളച്ച് കർത്താവ് പൊളിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ വാക്കുകളൊക്കെ. സാത്താൻ ദൈവത്തെക്കുറിച്ച് മോശം പറ, ദൈവത്തെക്കുറിച്ച് മോശം പറ, നീ ദൈവത്തെ തള്ളിപ്പറ. ഭാര്യ വന്നിട്ട് പറഞ്ഞ വാക്ക്, ഭാര്യയുടെ അകത്ത് ഭൂതം കയറിയിട്ട് പറഞ്ഞു, ഭൂതം കയറിയപ്പോൾ ഇത് ഭാര്യ പറയാണ്, നീ തള്ളി പറഞ്ഞിട്ടേ നീ അങ്ങ് മരിക്കാൻ. അപ്പൊ എന്തോ പറഞ്ഞ വാക്ക്? അശോച ആത്മമണ്ഡലത്തിലാണ് അച്ഛാ സ്തോത്രം വയ്ക്കാൻ. എന്താ ഭാര്യയോട് യോബ് എന്താ പറഞ്ഞ വാക്ക്? നീ പൊട്ടി. സ്തോത്രം. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ യഹോവ നിൽക്കും, ഞാൻ കാണുന്നുണ്ട്.
എൻ്റെ മുമ്പ് യഹോവ നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി ഇടപെടാൻ തക്കവണ്ണം, എന്നെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഇതാ നീ കാണാതെ എൻ്റെ മുമ്പ് യഹോവ നിൽപ്പുണ്ട്. അവൻ നിന്നെ കാണുന്നതിനെ കാട്ടിയും നിന്റെ വാക്ക് കേൾക്കുന്നതിനെ കാട്ടിയും സ്നേഹിതന്മാരുടെ ശബ്ദം കേൾക്കുന്നതിനെ കാട്ടിയും അവൻ എന്നെ ആദരിച്ചു പിടിപ്പാൻ തക്കവണ്ണം ഇതാ എൻ്റെ യഹോവ നിൽക്കുകയാണ്. യഹോവ നിൽക്കുന്ന കാലം അത്രയും അവൻ ഒരു കാരണവശാലും ഒരു വെല്ലുവിളിക്ക് അവൻ എന്നെ ദൈവത്തിൽ നിന്ന് പിന്മാറ്റുവാൻ പറ്റില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ടായി. കാര്യമൊന്ന് അടിച്ചാൽ പറയാമോ? ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാൽ എന്നെ വിടുവിപ്പാൻ, എന്നെ സഹായിപ്പാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ നടത്തുവാൻ എൻ്റെ യഹോവ എനിക്ക് വേണ്ടി വന്ന് നിൽപ്പുണ്ട്. ഈ രാവിലെ കരമടിച്ച് പറയാമോ? ആ ഒറ്റപ്പെട്ടു പോയാൽ, ഒതുങ്ങിപ്പോയ ചെറുപിടിച്ച പക്ഷി പോലെ ആയി തീർന്നാൽ എൻ്റെ ദൈവം നിൽക്കുന്ന കാലമത്രേ അവൻ ഞാൻ വാടി തളരുന്ന ഒരു അന്തരീക്ഷമല്ല, ഓജസ്സോടെ നിൽക്കും. സ്വതന്ത്ര. അതുകൊണ്ട് യോബിനോട് ദൈവാത്മാവിൽ പറഞ്ഞ വാക്കാണ്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അമ്മ വാക്കി പറ, അത് വെട്ടിക്കളഞ്ഞാലും പറ, ഒരു വെള്ളത്തിന് ഗന്ധം തട്ടുമ്പോൾ അത് വീണ്ടും കിളിച്ചു വരും. അപ്പോഴേക്കും പിശാച് അന്റാർട്ടിക്ക എത്തിക്കഴിഞ്ഞു. കാര്യം പിശാച് മനസ്സിലായി, ഇനി ഈ പുള്ളി വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കിളിച്ചു വരും. അപ്പോൾ ഞാൻ തന്നെ അതിന് കാരണക്കാരൻ. മനസ്സിലാകുന്നുണ്ടോ? വെട്ടും തോറും അത് പഴയതിനെ കാട്ടി. അപ്പോൾ സാത്താൻ മനസ്സിലായി, ഇനി വെട്ടിക്കഴിഞ്ഞാൽ അവൻ, നിങ്ങൾക്കറിയാമല്ലോ 42-ാമത്തെ വായിക്കുമ്പോൾ വെട്ടിയതിൻ്റെ ഗുണമെല്ലാം 42-ാമത്തെ അത് കൊടുത്തിട്ടുണ്ട്. പിശാചിൻ്റെ ആപ്പീസ് കൂട്ടി. പുള്ളിക്കാരൻ നാണം കെട്ട് പറയുന്നു, വെട്ടണ്ടായിരുന്നു, തൊടണ്ടായിരുന്നു, പോകണ്ടായിരുന്നു. സാത്താൻ പറയാണ്, വെട്ടിയപ്പോൾ 7-14, പിന്നെ 5-10, ബാക്കി പറ, 10-6, അങ്ങനെ പറ. അത്രേ ഉള്ളൂ. ഞാൻ തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കും. സ്വോത്രം ഒന്ന് വായിക്കുക. സ്വോത്രം വായിക്കുക. എന്തായാലും നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ലേ? സ്വോത്രം വായിക്കുക. അവന് 3 പുത്രിമാരും ഉണ്ടായി. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവനെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും. എത്ര ഉണ്ടായിരുന്നു പണ്ട്? വെട്ടിയ ശേഷം 14,000. അടുത്ത് 6,000 ഒട്ടകവും. പണ്ട് വെട്ടിയ ശേഷം അടുത്ത് 1000 ഏർ കാളയും. പണ്ട് പണ്ട് എത്രയുണ്ട്? വെട്ടുന്ന മുമ്പേ 500. വെട്ടിയ ശേഷം അടുത്ത് 1000 പെൺകഴുതയും ഉണ്ടായി. ഇപ്പൊ വെട്ടുന്ന മുമ്പേ 500. ഇപ്പോ മക്കൾ മക്കൾ WME ആണ്. സ്വോത്രം വേഗം മതി, ഇനി ഒന്നും പറയണ്ട. സ്വോത്രം പാവപ്പെട്ട ഇയ്യോബ് പേടിച്ച് ഓടിക്കളയും. സ്വോത്രം വേഗം. സ്വോത്രം 7 പുത്രന്മാരും 3 പുത്രിമാരും 10. പള്ളിയിൽ പറഞ്ഞേ, വല്ല വചനം കേൾക്കാം. സ്വോത്രം വേഗം. ദൈവം മക്കളെയും എത്ര കൊടുത്തു? 10 മേളിലും 10 താഴെയാക്കി കൊടുത്തു. സ്വോത്രം. പിശാച് പറയാണ്, വെട്ടണ്ടായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ പിന്നെ പെന്തിക്കോസും വേണ്ട, ഒരുത്തം പോയി കിടക്കുകയാണ്. സ്വോത്രം. മാതാവിനെ ആശ്വസിപ്പിക്കാൻ തക്കമാണ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പ്രേക്ഷിക്കാൻ അതിന് രാവിലെ പോസിറ്റീവ് വെളിപ്പാടെടുക്കണം. കർത്താവേ, വെട്ടും തോറും ഉറക്കെ, വെട്ടും തോറും, അങ്ങനെ പറ, വെട്ടും തോറും പറയാച്ചാ സാത്താനെ നീ വെട്ടും തോറും ഇരട്ടി 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 ഇരട്ടിയായിട്ട് കൂടും. അവിടെ നീ വെട്ടാതിരിക്കുന്ന നിനക്ക് കൊള്ളാം. ഞാൻ പറയട്ടെ, ഈ 42-ാം അധ്യായം വായിച്ചിട്ട് നമുക്ക് എന്ത് തോന്നുന്നു എങ്കിൽ ആ തോന്നൽ പിശാച് തോന്നിയെങ്കിൽ അവൻ സത്യം പറഞ്ഞാൽ ഇയ്യോബെന്ന പേര് കേൾക്കുന്ന ആരെടുത്ത് പിശാച് പിന്നെ തിരിഞ്ഞു പോലും. അവൻ പിശാച് പറയാണ്, ഇയ്യോബ്, അയ്യോ മറ്റേ ഇയ്യോബിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും ഇതേ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കാര്യം ഞാൻ വെട്ടാൻ പോയി അവൻ നേട്ടമായതല്ലാതെ എനിക്കിപ്പോൾ കോട്ടമായി. സ്വോത്രം വയ്ക്കുക. പൊട്ടി തിരിച്ച് പൊട്ടിയായിട്ട് തന്നെ വന്നു. പുള്ളിക്കാർ 2 ഭാര്യ ഇല്ല കേട്ടോ. പുള്ളിക്കാർ തിരിച്ചു വന്നു. സ്വോത്രം വേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം യഹോവ അവൻ്റെ മുമ്പിൽ വന്ന് നിന്നതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ മൊത്തം നിഷ്പ്രയാസം അതിജീവിക്കുവാൻ ദൈവം കൃപ കൊടുത്ത വാക്ക്.
ഈ ദൈവശബ്ദങ്ങൾ ദൈവമക്കളുടെ പരിശുദ്ധാത്മൽ പറയാം. വെട്ടുന്തോറും ഉയരുന്നൊരു മാർഗമാണ് യേശുവിന്റെ നാമം. വെട്ടുന്തോറും കിളിർപ്പിക്കുന്ന കർത്താവിന്റെ പദ്ധതിയാകുന്നു. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, യാക്കോബ് അന്ന് നിൽക്കുന്ന കാര്യം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നല്ല സ്വഭാവത്തോടെ നിന്നപ്പോൾ എൻ്റെ ദൈവത്തിന് ആ കുടുംബത്തെ ആ വ്യക്തികളെ ഉയർത്തുവാൻ തക്കവണ്ണം താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ പറയാ, ശമൂവേൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപനായതുകൊണ്ട് ശമൂവേലിനെ ആദരിപ്പാൻ സംസാരിപ്പാൻ എൻ്റെ ദൈവം ഇയ്യോബിനും നിൽക്കുകയാണ്, ശമൂവേലിനും നിൽക്കുകയാണ് വന്ന് സ്തോത്രം. നാലാമത്തെ കാര്യത്തിന് വരാം. 1 ശമൂവേൽ 3:1 വാക്യം. യാക്കോബയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ആണോ? ആ വാക്കിന് ദൂത് മനസ്സിലാകുന്നുണ്ടോ? പുള്ളി തുണി അലക്കുന്ന മുമ്പേ, വീട്ടിൽ തുണി അലക്കുന്ന മുമ്പേ തന്നെ പുള്ളി പള്ളിക്കേറിക്ക് വന്നു. സ്തോത്രം. ഒരാമയും പറയാമോ? ഒരാമ ഉറക്കെ പറ. നാലാമത്തെ കാര്യം, യഹോവ നിൽക്കുന്ന കാര്യം എന്താ? യഹോവയ്ക്ക് വേണ്ടി പറയീസേ, യഹോവയ്ക്ക് വേണ്ടി ഉറക്കെ പറയാം. ഉറക്കെ പറ. യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ ആരുണ്ടോ അവരെ അടുക്കൽ യഹോവ നിൽക്കും. അത് വലിയൊരു വെളിപ്പാടാണ്. സ്തോത്രം. ആ ഒറ്റ പദം തന്നെ 2-3 മണിക്കൂർ പ്രസംഗിക്കുന്ന വെളിപ്പാടാണ്. ഞാൻ ഓൺലൈനിൽ ദൈവം കൂടെ അതൂത് എടുക്കണം, ആ വാക്കിന് വെളിപ്പാടെടുക്കണം. യഹോവയ്ക്ക് വേണ്ടി ആരൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ഒന്ന് വായിച്ചേ. എന്തായാലും നിങ്ങൾ ആ വാക്യത്തിന് വെളിപ്പാടൊക്കെ എബ്രായലേഖനം 6-ാം 9 വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചേ. എബ്രായലേഖനം 6:9 മുതൽ പെട്ടെന്ന് വായിച്ചേ. 6:9 മുതൽ വായിച്ചേ വേഗത്തിൽ. സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാർ ശുശ്രൂഷിച്ചതിനാലും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. യഹോവയ്ക്ക് വേണ്ടിയോ തന്റെ ശുശ്രൂഷന്മാർക്ക് വേണ്ടിയോ ദൈവാലയത്തിന് വേണ്ടിയോ യഹോവയുടെ നാമത്തിന്റെ ശബ്ദത്തിന് വേണ്ടിയോ ഒന്ന് ശുശ്രൂഷിപ്പാൻ ഒരു വ്യക്തി സമർപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുവാൻ ഇതോ യഹോവ നിൽപ്പുണ്ട്. കരമടിച്ചാത്മാൽ പറയാമോ? യഹോവയ്ക്ക് ശുശ്രൂഷിക്കുന്ന അഭിഷക്ത കുടുംബങ്ങളെ, യഹോവയ്ക്ക് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷിക്കുന്ന ശമൂവേലിന്റെ മുമ്പിൽ ഇതാ യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഞാൻ യഹോവയ്ക്ക് ശുശ്രൂഷിച്ചത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം ചെയ്യണം. ആ പദത്തിനകത്ത് കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചവർക്ക് അതറിയാം. പ്രൈസ് ഗോഡ്. അത് അനുഭവിച്ചവർക്ക് അറിയാം. ഞാൻ ഇന്നലെ ഞാനൊക്കെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം പോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പോയ സഭകൾ വൻപൻ സഭകളാണ്. സ്തോത്രം. അവസാനം ഇപ്പം പറയുന്നു, പാസ് ഞങ്ങൾക്ക് 2-3 ദിവസം കൂടി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് എന്തായില്ല, തൃപ്തിയായില്ല. അപ്പം ഞാൻ കണ്ണുനീരൊഴുക്കി നന്ദി പറഞ്ഞു. ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ, അവർ കേൾക്കാത്ത മെസ്സേജുകൾ കേൾപ്പിക്കാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. രാത്രി അവിടുത്തെ പാസ്റ്റർ ആ മീറ്റിങ്ങിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദൈവദാസന് മെസ്സേജ് ഇട്ടു. ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മെസ്സേജ് ആ പാസ്റ്റർ എനിക്ക് ഫോർവേഡ് ചെയ്തു. ഞാൻ ബീനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ബീന, കർത്താവേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷം പറ. യഹോവയ്ക്ക് വേണ്ടി ആരൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ അവരെ മുമ്പിൽ ആരുണ്ട്? യഹോവയുണ്ടെന്ന വാക്ക് മറക്കരുത്. എനിക്ക് ഈ മെസ്സേജ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ആഴമായ വെളിപ്പാട് കിടക്കുന്ന വാക്ക്, ഞാൻ ആ വാക്ക് പല ആവർത്തി ചിന്തിച്ചു. അപ്പോൾ യഹോവ അന്ന് നിന്നു. ഞാൻ ഈ സബ്ജക്റ്റ് ഇവിടെ തുടങ്ങിയുള്ളൂ. ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിൽക്കുന്നുള്ളൂ. പേരെ വിശാലം പോയിട്ടില്ല. വിശാലം പോയി കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി വിശാലമായിട്ട് ഇതെടുക്കാൻ പറ്റും. അത് മറ്റൊരു ദിവസം നമുക്ക് എടുക്കാം. യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ച ശമൂവേൽ
അവൻ ശുശ്രൂഷിക്കുന്ന രീതി കണ്ടപ്പോൾ നമുക്കറിയാം ഈ കരിവേലകത്തിന്റെ ചുവട്ടിൽ ആര് വന്നിരുന്ന വെച്ചാ ഗിദെയോൻ വന്നിരുന്നു. മാവിക്ക് മരവിയെ പറയുള്ളൂ. സ്വോത്രം വഹിക്കാൻ സ്വോത്രം പറ. മരവിക്ക് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോലെ പൊട്ടത്തെറ്റ് വിളിച്ച് പറയും സ്വോത്രം വഹിക്കാൻ സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ കരിവേല ചുവട്ടിൽ വന്ന് ആരിപ്പുണ്ട്? ദൂതം വന്നിരിക്കുകയാണ്. ഇതാരറിയുന്നില്ല അച്ഛാ? ഗിദെയോൻ അറിയുന്നില്ല. 8 വയസ്സ് പ്രായമേ ആർക്കുള്ളൂ? ലാലിയാൻ്റെ സന്തോഷമില്ലാത്തവരിക്കുന്നു. ചായ കുടിച്ചില്ലേ? ചായ മേടിച്ചു കൊടുത്തില്ലേ അച്ഛാ? കുടിക്കൂലേ? പിന്നെ ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാത്ത ഹോളിസ് സ്വോത്രം. ആൻ്റെ ചിരിയാന്നല്ല ബിന്മേരി ആൻ്റെ ചിരി നല്ല പിച്ചി പോലെ ചിരിക്കാൻ സ്വോത്രമേ. ഹാലേലൂയ. കരിമ്പത്തി കർത്താവ് സ്വോത്രം ചെയ്യാം. ഞാൻ എന്തോ പറഞ്ഞ വാക്ക്? ആര് വന്നിരിപ്പുണ്ട്? എത്രാമത്തെ വയസ്സുകാരൻ നോക്കിയിട്ടാണ്? 8ാമത്തെ വയസ്സുകാരനായ ഗിദെയോൻ നോക്കിയപ്പോൾ ഗിദെയോൻ എന്ത് ചെയ്യാണ്? കുട്ടിയും കോലും ഞാൻ AC ഓഫ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ലത്. സ്വോത്രം വഹിക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗിദെയോനെ നോക്കിയപ്പോൾ ഗിദെയോന്റെ ആ മനോഭാവവും അവന്റെ ആ ആർത്തിയും ശത്രുവിന്റെ കയ്യിൽ നിന്നും തൻ്റെ അപ്പൻ വിതച്ച ഗോതമ്പ് ശത്രു കൊണ്ടുപോകാതിരിക്കത്തക്കവണ്ണോ അഥവാ കൊണ്ടുപോയാൽ എൻ്റെ 8 വയസ്സ് പ്രായം എനിക്ക് പറ്റുന്നിടത്തോളം അപ്പനോ അമ്മയോ അറിയാതെ വണ്ണം അതിനെ കൊയ്തു കൊണ്ടുവന്ന് സാത്താൻ്റെ കണ്ണ് പൊടാത്ത അല്ലെ ശത്രുവിൻ്റെ കണ്ണ് പെടാത്ത മുന്തിരി ചക്കിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അതീവ രഹസ്യമായിട്ട് മെതിക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും തൻ്റെ കണ്ണ് വെട്ടിക്കിളി പോലെ വരുന്ന മിദ്യാന്റെ മുഖത്തേക്ക് നോക്കി അവൻ വരുന്നുണ്ടോ നോക്കിയിട്ടാണ് ഒരു ചവിട്ടും വീണ്ടും എത്തി നോക്ക്, വീണ്ടും ചവിട്ട് വീണ്ടും എത്തി നോക്ക്. കാര്യം അഥവാ പിശാചോ ശത്രുവോ വരുന്നുവെങ്കിൽ അവനെ ചാക്ക് കെട്ടിപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോകണം. ആ ഒരു തന്നെ ആ മനോഭാവം കണ്ടപ്പോൾ ദൂതനോട് യഹോവ കൽപ്പിച്ചു, പെട്ടെന്ന് എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവന് ഗിദെയോനാണ്. അവൻ ഇപ്പോൾ വയലിലുണ്ട്. ആ വയൽ നിൽക്കുന്ന ഗിദെയോനോട് നീ ഒരു മെസ്സേജ് പറയണം. അവൻ എനിക്കായി ശുശ്രൂഷിപ്പാൻ കൊള്ളാവുന്നവനാണ്. അവൻ എന്റെ ജനത്തെ മേയ്പാൻ കരുത്തനാണ്. അവൻ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തിനകത്ത് അവൻ എലിജിബിളാണ്. അവൻ പ്രാഗൽഭ്യമുള്ളവനാണ്. അതുകൊണ്ട് നീ അവനെ വെറുതെ വിടണ്ട. അവനെ നീ എനിക്ക് വേണ്ടി ന്യായപാലനത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. സ്വോത്രം. സ്വോത്രം. തലേ ദിവസം ഗിദെയോൻ, എൻ്റെ ഭാവനെ പറയാം, തലേ ദിവസം ഗിദെയോൻ പോയി ആക്ഷൻ കാണിച്ചത് സ്വർഗത്തിൽ നിന്ന് കർത്താവ് കണ്ടു. പിറ്റേ ദിവസം രാവിലെയും വരുമെന്ന് കർത്താവിന് അറിയാം. അപ്പോൾ തന്നെ പെട്ടെന്ന് ദൂതന് പറഞ്ഞു, എടാ ഗിദെയോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ ആദ്യമൊന്നും അദ്ദേഹത്തിന് ഒരു ദൂത് പറയണ്ട. ആദ്യം അദ്ദേഹത്തിന് ആക്ഷൻ കണ്ടിട്ട് നീ എന്ത് ചെയ്യാൻ ദൂത്. അതുകൊണ്ട് പ്രവാചകന്മാരെല്ലാം ഉറങ്ങുന്നവർക്ക് ആർക്ക് ദൂത് പറയാറില്ല. കണ്ടിട്ടുണ്ടോ? ഒരു പ്രവാചകനും ഉറങ്ങുന്നവർക്ക് വേണ്ടി ആരും ഇണ്ടാത്തതായിരുന്നു. ഒരു പ്രവചനം ആർക്ക് വേണ്ടിയാണ്? ആത്മീക വർധനന് വേണ്ടി. ഉറങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി അല്ല, പിന്നെ പള്ളി വരാത്തവർക്ക് വേണ്ടി അല്ല, സ്നാനപ്പെടാത്തവർക്കും അല്ല, വേർപെട്ട് ആരാധിക്കുന്നവർക്കും വേർപെടാത്ത ആരാധിക്കാത്തവർക്കും അല്ല, പിന്നെ ആർക്കാണ്? വേർപെട്ട് ആത്മീയാർത്തി കാണിക്കുന്നവർക്ക് കൃപാവരം. പ്രൈസ് ദി ലോർഡ്. ദൈവ കൽപ്പനയ്ക്ക് നിൽക്കുന്ന കൃപാവരം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ആദ്യം ദൂതും എന്ന് പറയണ്ട, നീ ആദ്യം അദ്ദേഹത്തിന് ആക്ഷൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ പോയിട്ട് കരിവല ചുവട്ട് പോയി ആരിപ്പോണ്ട്? ദൂതൻ. യഹോവ പറഞ്ഞതുപോലെ തന്നെ പുള്ളി വരുന്നുണ്ട്. എങ്ങനെ വരുന്നു? അവരുന്ന് വരവ് നോക്കണം. എങ്ങോട്ടാ പറ. നമ്മൾ ഈ നെല്ലുകൊണ്ട് ഉണക്കാട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പ്രാവ് വരും. നിങ്ങൾക്കറിയാമോ? പ്രാവോ കാക്കി വന്നിട്ട് എന്ത് ചെയ്യും? ഒരു കൊത്തു കൊത്തും, വീണ്ടും കൊത്തും, വീണ്ടും അത് ശബ്ദം കൊണ്ടായി ഒറ്റ പറപ്പ്, വീട് തിരിച്ചെന്തെയും വരും എന്ന് പറഞ്ഞാൽ പത്ര ആക്ഷനാണ്. ഇതുപോലെയാണ് ആര് നിൽക്കുന്നത്? ഗിദെയോൻ. അവൻ വരുന്നു, നോക്കും,
വീണ്ടും ഈ കൊയ്യും, വീണ്ടും നോക്കും, വീണ്ടും കൊയ്യും, വീണ്ടും ഓടിക്കൊണ്ട് ചക്കിൻ്റെ ഇടയ്ക്ക് പോവും, വീണ്ടും ചവിട്ടും, വീണ്ടും ഓടി വരും. ഇത് കണ്ടപ്പോൾ നിങ്ങൾ പറ, ദൂതൻ ഞെട്ടിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ടൈപ്പ് ആളെ ആദ്യമായിട്ടാണ് കർത്താൻ ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, അത് ഇവൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയൻ. അവിടെ ഒരു കാര്യം ചെയ്യും, ഇവനോട് ആദ്യം പറയേണ്ട വാക്ക്, ഇവൻ ജീവിതത്തിന് ആരും അവനോട് പറയാത്ത വാക്ക് വേണം പറയാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇവരുടെ ചെവിക്കകത്ത് നീ പറയേണ്ട വാക്ക് ആരും അവരോട് ഇന്നവരെ പറയാത്തൊരു വാക്ക് വേണം നീ അവന് പറയാൻ. അതെൻ്റെ കർത്താവേ, നീ ഇങ്ങനെ പറയണം. എന്താ പറയേണ്ട വാക്ക്? ഞാൻ പതുക്കെയാണ് പറഞ്ഞത്. സ്തോത്രം. അല്ലയോ പരാക്രമശാലിയെ. 8 വയസ്സ് ഞെട്ടി നിൽക്കുകയാണ്. ജീവിതത്തിൽ ഇന്ന് വരെയും പട്ടിയെ കൊന്നു ശീലം പോലും. ഒരു പാറ്റയെ കാണുമ്പോൾ തന്നെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി ഭയങ്കര പരകശാലിയാണ്. കണ്ടം പൂച്ചയെ കണ്ടാൽ പുള്ളി വെട്ടി കയറിപ്പോവും. കണ്ടം പൂച്ചയെ കാണുമ്പോഴേ പുള്ളിക്ക് പേടി ആരെയായിരുന്നു? കണ്ടം പൂച്ച. നിങ്ങൾ പറ, നിങ്ങൾ ചിരിക്കാനില്ല നമുക്കുള്ള സ്വത്രം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ശക്തൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിനകത്ത് എന്തുണ്ട്? ഭയമുണ്ട്. ആ ഭയം സബ്ജക്റ്റ് പ്രസംഗിക്കുമ്പോൾ ആ പദം പറയുന്ന അർത്ഥമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്ന കാര്യം നമ്മുടെ അപ്പോൾ ഗിദ്ദയോൻ ഞെട്ടിരിക്കുകയാണ്. കാര്യം ഇതുവരെ ഒരു പാറ്റയോ പല്ലിയോ കൊന്ന് ശീലമില്ലാത്തൊരു മനുഷ്യനോട് ഒരു ദൂതം വന്ന് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ എന്ന്. പുള്ളി നോക്കിയിട്ട് ആ പഞ്ചായത്ത് പോലും ഇന്നവരെ ഞാൻ ആരെ കണ്ടിട്ടില്ല. ദൂതം പറയാണ് യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന കാര്യം. അപ്പോഴാണ് പിന്നെ പുള്ളി റീതിങ്ക് ചെയ്ത് മനസ്സിലായി, ശരിയാണ്, ഞാനിവിടെ വന്നത് മുതൽ എനിക്ക് എന്തോ ഒക്കെ അനക്കങ്ങളൊക്കെ വെട്ടാനും കൊയ്യാനും ഒതുക്കാനും ചാടാനും ഒക്കെയുള്ള പ്രേരണ ക്ഷമിച്ചത് യഹോവ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൂതൻ അയച്ചത് മാത്രം ഇന്നാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വാക്ക് പറയാം, നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ആക്ഷനും ദൈവം ശ്രദ്ധിക്കുന്നു കേട്ടോ. വചനം പറ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഏതൊരു ഭക്തനെയും എൻ്റെ ദൈവം മാനിപ്പാൽ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, യഹോവ വന്ന് നിൽക്കുന്നു, യഹോവ വന്ന് നിൽപ്പുണ്ട്. കാര്യമൊന്ന് അടിച്ചാത്മാൽ പറയാമോ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തന്ന് മാനിപ്പാതക്കവണ്ണ യഹോവ വന്ന് നിൽപ്പുണ്ട്. ശമൂവേൽ ഞെട്ടിപ്പോയി, ഗിദെയോൻ ഞെട്ടിപ്പോയി. എൻ്റെ ജീവിതത്തിന്റെ പരാജയത്തെ, എൻ്റെ ജീവിത ശൂന്യ പണിയ എൻ്റെ കർത്താവ് വന്ന് നിൽപ്പുണ്ട്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്ക് പറയാമോ? അഡ്വാൻസ് ഗിയർ മാറി പറയാൻ്റെ അങ്ങനെയാണ് ആരംഭം. ബൈക്ക് എനിക്ക് വയ്യ, ഞാൻ ഇറങ്ങി പോകുന്നു. സ്വത്രം ബൈക്ക് സ്വത്രം. അടുത്ത വായിക്കേ. 3-ാം നാൾ ഗലീലയിലെ കാനാനിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, മതി. നമുക്ക് എൻ്റെ ദൂതിന് വേണ്ടി മാത്രം ചിന്തിച്ചതോ. യേശു അവിടെ ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ കക്ഷി പോകുന്ന സ്വഭാവമൊന്നും ഇല്ല. പക്ഷെ യേശു അവിടെ പോയി. യേശുവിനറിയാം നാണക്കേട് വരാൻ സാധ്യത ഉണ്ട്. അല്ലേ അച്ഛാ? ആഹാരം മിച്ചം വന്നാലും കുഴപ്പമില്ല, തികയാതെ വന്നാൽ പെട്ടുപോകും. പണ്ട് ആഹാരം തരാതെ കപ്പപ്പഴം മേടിച്ചു കൊടുത്തോട്ടെ. അപ്പോൾ ആൾ പറയുന്നത്, ആ വീട്ടിൽ പോയിട്ട് ഒരു കപ്പപ്പഴം മേടിച്ച് തന്നിട്ട് വിട്ടു. സ്വത്രം. ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുത്തർ പൊറോട്ട വിളമ്പാൻ പറഞ്ഞു. എനിക്ക് ആ പൊറോട്ട വിളമ്പുന്ന ശുശ്രൂഷ. അപ്പോൾ ആ കല്യാണ പെണ്ണിൻ്റെ ചെവി എന്ന് പറഞ്ഞു, ക്രിസ്റ്റഫർ, ദേ ആ ഇരിക്കുന്ന മനുഷ്യൻ എത്ര പൊറോട്ട ചോദിച്ചാലും കൊടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞ 25 പൊറോട്ട എണ്ണി ഞാൻ കൊടുത്തു. 25 പൊറോട്ട ഞാൻ മനുഷ്യരെ എണ്ണി കൊടുത്തു. പക്ഷേ എനിക്കിത് നാണക്കേടായി. ഞാൻ ആ പാത്രം വെച്ചിട്ട് പോയിട്ട് പറഞ്ഞു,
എടുത്ത് കഴിച്ചോളാം. എന്നിട്ട് എന്നോട് ആ ചേച്ചി പറഞ്ഞു, അഥവാ ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ ദേശത്ത് മൂത്തിറങ്ങി അവളെ കല്യാണത്തിന് പോയി നാണം കെടുത്തി വിട്ടു. അപ്പോൾ കല്യാണ വീട്ടിൽ കല്യാണം നടത്തുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് ആഹാരങ്ങളൊക്കെ കൊടുത്തോണം. ഇല്ലേ പിന്നെ ജീവിതകാലം മുഴുവൻ ആ ചെറുക്കനെയും പെണ്ണിനെയും കാണുമ്പോഴൊക്കെ പറയും, നമ്മളെ കൊണ്ട് മെനക്കെടുത്താൻ തക്കവണ്ണം ഒരു കല്യാണം വെച്ചെന്ന് പറയും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം എന്ന കാര്യം, യേശുവിന് അറിയാൻ നാണക്കേടുണ്ടാകുമെന്ന്. ആ നാണക്കേട് അറിയുന്നത് യേശു അവർ ക്ഷണിച്ചു, വാസ്തവം. പക്ഷെ യേശു തിരക്കുണ്ടെങ്കിലും ആ നാണക്കേട് മാറ്റുന്ന യേശു അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറ, യഹോവയ ദൈവം അല്ല യേശു അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ആ ബാക്കി പറ, ആ വീഞ്ഞ് യഹൂദൻ്റെ ഏറ്റവും കല്യാണത്തിന് വിഭവസമർത്ഥമായ പ്രാധാന്യമുള്ള സാധനം വീഞ്ഞ്, ആ വീഞ്ഞ് കൊടുക്കാതെ വന്നാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ പേരുദോഷം ജീവകാലം ഉണ്ടാകും. രാവിലെ നമ്മുടെ കുടുംബത്തിൻ്റെ സകല പേരുദോഷം മാറാനാണ് എൻ്റെ കർത്ത ഇതാ നിപ്പുണ്ട്, ഇതാ നമ്മുടെ വീടിനകത്തുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ പേരുദോഷം മാറ്റാൻ അവയെ ദൈവം നിപ്പുണ്ട്. കേട്ടോ, കരമടിച്ച് പറഞ്ഞാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, നമ്മുടെ കുടുംബത്തെ നോക്കിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട നോക്കിയിട്ട്, എൻ്റെ കർത്താവ് അവയെ നാം ക്ഷണിച്ചോ ക്ഷണിക്കാതെയോ അവയെ നമുക്ക് അപമാനം വരാതിരിക്കത്തക്കവണ്ണം എൻ്റെ കർത്താവ് ഇതാ വന്ന് നിൽക്കുന്നു. കേട്ടോ, ആത്മാവിൽ കണ്ണു കാണുന്നുവെങ്കിൽ കരമടിച്ച് പറ, കർത്താവേ ഇന്ന് രാവിലെ ഈ വെളിപ്പാട് എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങണം, ഈ വെളിപ്പാടിൻ്റെ സഭ ഇറങ്ങണം, ഈ വെളിപ്പാടിൻ്റെ തലമുറയ്ക്ക് ഇറങ്ങണം, ഈ വെളിപ്പാട് ഞാൻ ബന്ധപ്പെട്ട വിശദീകരണം. കാരണം ഇനി ഒരു കാരണവശാൽ അതിൻ്റെ അപമാനം സഹിപ്പാൻ എനിക്ക് വയ്യ കർത്താവേ. സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, പല ശതാബ്ദി പറഞ്ഞു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ മകൻ മരിക്കയില്ല. നോക്കണം, ദൈവ സാന്നിധ്യത്തിന് ശക്തി ഓർത്തോണം. ഞാനിത് വിവരിച്ച് കഴിഞ്ഞ സമയം പോവും. സ്വത്രം, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ മരണമില്ലെന്നാണ് വാക്കിനർത്ഥം. അതുകൊണ്ടൊരു കാര്യം പറയാം, നമ്മളുടെ വീട്ടിനകത്ത് യഹോവ നിത്യവും എപ്പോഴും വസിക്കത്തക്കവണ്ണം നമ്മുടെ ഭവനം എപ്പോഴും ആ ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടാക്കണം. സ്തോത്രം. കാര്യം മനസ്സിലാകുന്നു? സ്വതന്ത്രം ചെയ്യാമോ? അത് ദൈവമൊക്കെ ശ്രദ്ധിക്കണമേ. ഒന്ന് ഓർപ്പിക്കും. ഞാൻ അടുത്ത വാക്യത്തിൽ വരുന്നു. ഞാൻ വായിച്ചു 1 ശമൂവേൽ 3-1 വാക്യത്തിൽ വായിച്ച വാക്ക്, ശമൂവേൽ ദൈവത്തിന് ശുശ്രൂഷിച്ചത് കൊണ്ട് എൻ്റെ ദൈവത്തിന് അവൻ്റെ അടുക്ക നിന്നേ പറ്റും എന്ന വാക്കാണ്. ഇനി ബിഫോർ ആണെന്ന് വായിച്ച വാക്ക്, ഇനി ആഫ്റ്റർ വായിക്കാം. 1 ശമൂവേൽ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാമോ? വായിച്ചേ. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. ഒന്ന്, യഹോവ വരുന്നത് വരെയും യഹോവയെ കുറിച്ച് ശുശ്രൂഷിക്കുന്നു, നിവേദിച്ചവനാണ്, പിന്നെ വളർന്നത് യഹോവ സഹിതമാണ്, എല്ലാം എവിടെയാണ് ആൻറ്റി? പക്ഷേ ആരെ അറിയത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, യഹോവ വന്ന് അവനെ തൊട്ട് ആ കർത്താവിനെ അനുഭവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അവനെ അറിയാൻ പറ്റൂ. സ്തോത്രം. ഒന്നൊരു ആത്മാവിൽ പറയാമോ? ഞാനൊന്നൊരു ആത്മാവിൽ പറയാം. വരുന്നു പോകുന്നു ഏത് യാഥാർത്ഥ്യമാണ്. പള്ളി വരുന്നു പോകുന്നു അതല്ല, യഹോവയെ അനുഭവിക്കണം. യഹോവയെ അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിന് ശ്രേഷ്ഠ അനുഭവിക്കാൻ പറ്റൂ. ഈ രാവിലെ അന്ന് വരെ ഈ ശമൂവേൽ യഹോവയെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ അറിയണം. എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ് യഹോവ. പക്ഷെ യഹോവ എനിക്ക് ഇന്ന് രാവിലെ അനുഭവിച്ചറിയണം. സങ്കീർത്തനത്തിൽ പറഞ്ഞ വാക്കാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഞാനെപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ യഹോവ എൻ്റെ അടുക്ക് വരുമ്പോൾ എനിക്ക് നല്ല ഫീൽ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണു കൂടി അറിയാതെ കണ്ണുനീര് ഇങ്ങനെ വരും. അപ്പോൾ എനിക്കറിയാം എൻ്റെ അപ്പച്ചൻ എൻ്റെ അടുത്ത്. എന്നിട്ട് എന്നോട് അടുക്കെടുക്കുക. ഞാൻ ഇന്നലെ വലിയ ക്ഷീണത്തിലാണ് അപ്പം ഞാൻ യാത്ര ചെയ്ത് വന്നത്. ഇവിടെ അല്ല, ഞാൻ മറ്റൊരു വീട്ടിൽ, എൻ്റെ നമ്മുടെ ബാബുജി വീട്ടിൽ. ഞാൻ 1 മണിക്കൂർ എന്നെ പെട്ടെന്ന് 1 മണിക്കൂർ ഉറങ്ങിയിട്ട് പ്രസംഗിക്കാൻ പോയാൽ മതി. അപ്പം ഞാൻ 1 മണിക്കൂർ ഉറങ്ങാൻ തക്ക കിടക്കുകയാണ്. ഇനി കിടക്കുമ്പോൾ ദൈവാലയം തന്നു, എപ്പോഴും ചാടി എണ്ണീറ്റു. ദൈവം എന്നോട് ആ ബെഡിരുന്നു കൊണ്ട് എന്നോട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ടൊന്നും പറയാതെ ഇങ്ങോട്ട് ഇങ്ങനെ അടുക്കടുക്കായി പറയാം. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ചാടിയിട്ട് അടുത്ത അലാറം അടിച്ചപ്പോൾ ഞാൻ ചാടിക്കറി
റെഡിയായി ഞാൻ ആ ശുശ്രൂഷയ്ക്ക് പോയി. ആ ശുശ്രൂഷ നിന്നപ്പോഴാണ് എനിക്കതിൻ്റെ മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കുവാനിടയാക്കിയത്. ഞാൻ ദൈവം കൂടെ ആത്മാവിൽ പറയാം, ദൈവ സാന്നിധ്യം ഇന്നറിയണം. ഇന്ന് വരെ അറിയാത്ത വ്യക്തികൾ ഇന്നറിയണം. പ്രൈസ് ഗോഡ്. ഒന്നൊരു പറഞ്ഞാട്ടെ, എന്താ അറിയണം? പറഞ്ഞേ. പ്രസംഗിച്ചത് അറിവല്ല, ആരെങ്കിലും പറഞ്ഞുള്ള അറിവല്ല, എനിക്കത് അനുഭവിക്കണം, എനിക്ക് ദൈവത്തെ അറിയണം, അത് ടേസ്റ്റ് ചെയ്യണം, അതെനിക്ക് മനസ്സിലാക്കണം. അന്ന് വരെയും അറിയാത്ത, അന്ന് വരെ മനസ്സിലാക്കാത്ത ശമൂവേൽ ദൈവം വന്നു നിന്ന ശേഷം ദൈവ ശബ്ദം കേട്ടപ്പോഴാണ് ശമൂവേലിന് യഹോവയെ അറിയാൻ പറ്റിയത്. അറിയുക മാത്രമല്ല, യഹോവയെ അനുഭവിച്ചു എന്ന വാക്കാണ്. കരമടിച്ചു കർത്താവേ എന്ന് ആത്മാവ് പറയുമേ, എനിക്ക് അങ്ങേ അറിയുക ചെയ്യണം, എനിക്ക് അങ്ങേ അനുഭവിക്കുക ചെയ്യണം. അനുഭവിക്കുക ചെയ്തെങ്കിൽ എനിക്ക് അല്പം കൂടി സ്തോത്രം ചെയ്യാൻ, അല്പം കൂടി സ്തുതികരേറ്റുവാൻ, അല്പം സമർപ്പിക്കാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആരും ഈ ഫോഴ്സ്ഫുള്ളി ആരെ ആരാധിക്കാൻ വരരുത് കേട്ടോ. എന്താണ് പറഞ്ഞേ? നമ്മൾ പണ്ട് 1-ാം ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിടാൻ പോകും. നമ്മളും പോയപ്പോൾ എങ്ങനെയായിരുന്നു? ജെയ്സ് പോയപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പം വീട്ടിൽ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്യുക? ഗേറ്റ് വന്നിരിക്കുകയാണ്. എന്നിട്ട് പൊന്നെ കൊണ്ടുപോകും പപ്പാ മമ്മി എന്ന് വിളിച്ച്. അല്ല അങ്ങനെയല്ലേ? അയ്യോ രണ്ടെണ്ണോ ഞങ്ങൾ കരയാൻ തക്കണ ആനുണ്ട് ഉണ്ട്. സ്വത്രം ഡേ കെയർ കൊണ്ടുവിടെയാണ്. ഞങ്ങൾ കരയാൻ ഒരുമിച്ച് അങ്ങ് പോയാണ്. ഞാൻ ബീനെ പബ്ലിക് സ്കൂൾ. ഞാൻ നോക്കിയോ ചന്തിയാട്ടി ഇങ്ങനെ പോക്ക. ഞങ്ങൾ ടാറ്റ പോലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ കരയുമെന്നൊക്കെ ചിന്തയിലാണ് ഞങ്ങളും രണ്ടുപേരുമായിട്ട്. അയാൾ ഫസ്റ്റ് ഡേ കെയർ കൊണ്ടാക്കിയാണ്. ഞാൻ നോക്കിയാൽ ഇങ്ങനെ കയറി എന്ത് ചെയ്യാം പോന്നു. ഞങ്ങളിപ്പോൾ നോക്കി ടാറ്റ പോലും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ഫോഴ്സ്ഫുള്ളി ആരും ഇവിടെ പോകല്ലേ, ആലയത്തിൽ പോകല്ലേ, അനുഭവിച്ച് അറിഞ്ഞവരാ. സ്തോത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു ശ്രോതം പറഞ്ഞാട്ടെ, ഒരൊക്കെ ശ്രോതം പറഞ്ഞാട്ടെ. അത് ഓരോ ദിവസം അവനെ ടേസ്റ്റ് ചെയ്യണം. ഞാനിത് ചലഞ്ചിങ് മെസ്സേജാണ് കേട്ടോ. സ്തോത്രം. ആ വാക്കൊന്നൊരു വായിച്ച് 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം ജെയ്സ് ഒന്നൊരു വായിച്ച പൂർണ്ണമാക്കി വായിച്ചേ. യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അന്ന് വരെ അവന് വെളിപ്പെട്ടതുമില്ല. അറിഞ്ഞില്ല, വെളിപ്പെട്ടു. അപ്പൊ അറിയുകയും വെളിപ്പെടുകയും ചെയ്യണമെങ്കിൽ യഹോവ നിൽക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ആഴ്ച ടാർഗറ്റ് എന്താണ്? എൻ്റെ ദൈവത്തെ എനിക്ക് വരുത്തണം, എൻ്റെ ദൈവത്തെ എൻ്റെ വീട്ടിൽ വരുത്തണം, എൻ്റെ മുമ്പിൽ വരുത്തണം. എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വരുത്തി കഴിഞ്ഞാൽ നോക്കൂ, അവനെ അറിയിക്കും നമ്മോട്. അവന്റെ വചനം വെളിപ്പെടുത്തും. അറിവും വെളിപ്പാട് ഒരുമിച്ച് കൂടി വരുമ്പോഴാണ് അവൻ നമ്മുടെ ലൈഫിന് വ്യത്യാസമുണ്ടാവാക്ക്. കരമടിച്ചൊന്ന് പറയാമോ? ആത്മീകമായ അനുഭവം, ആത്മീകമായ അറിവും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും അവൻ ചെയ്യുമ്പോഴാണ് അവൻ നമ്മുടെ സഞ്ചാരത്തിന്, നമ്മുടെ ലെവലിലേക്ക് മൊത്തം മാറ്റമുണ്ടാകുന്ന വാക്ക്. ശ്രോത്ര കരം തട്ടി ആത്മാവിൽ പറയാമോ? ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യാം, 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 രക്തം ചെയ്യാം. നമ്മുടെ കർത്താവിനെ പോലെ മഹാദൈവം വേറെ ആരുമില്ല. സ്തോത്രം. ഇപ്പോൾ പറയാണ്, ഞാൻ ദൈവത്തെയും അറിഞ്ഞു, കർത്താവിൻ്റെ വചനവും എനിക്ക് വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിഫോർ എന്തായിരുന്നു? യഹോ വരുന്നതിന് മുമ്പിൽ എന്തായിരുന്നു ശമൂവേൽ? യഹോ വന്ന ശേഷം എന്താണ് ശമൂവേൽ? ഈ രണ്ടിൻ്റെ തലമാണ്. അപ്പോൾ വന്നതിന് ശേഷം ഒന്ന് യഹോവയെ അറിഞ്ഞു, യഹോവയുടെ വചനത്തെ വെളിപ്പെട്ട് കിട്ടി. ഈ രണ്ടാമത്തെ വാക്യം 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. ഒരു 3:20. ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. 2 അത് ദൈവം വന്നതിന് ശേഷം ശമൂവേൽ വിശ്വസ്തനെന്നും അപ്പോൾ തന്നെ ശമൂവേൽ പ്രസിദ്ധനുമായി മാറി. ഒരു ചോദ്യം ചെയ്യാമോ? അപ്പൊ ദൈവം വരുന്നതിന് മുമ്പിൽ ശമൂവേൽ യഹോവയെ അറിയത്തില്ല. ശമൂവേൽ യഹോവയെ അറിയത്തില്ല. ജനത്തിന് ശമൂവേലിനെ അറിയത്തില്ല. പക്ഷെ യഹോവയെ ശമൂവേൽ അറിഞ്ഞപ്പോൾ ശമൂവേലിനെ ജനം അറിഞ്ഞു. ശരിയോ തെറ്റോ?
ഒന്ന് പറഞ്ഞാട്ടെ, ഇന്ന് അനുഭവിക്കണം. ശമൂവേൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ ജനം ശമൂവേലിനെ അറിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഉറക്കെ പറ മക്കളെല്ലാം പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ശമൂവേൽ ദൈവത്തെ അറിഞ്ഞ ശേഷം ജനം ശമൂവേലിനെ അറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നമ്മുടെ വീട്ടിൽ ദേശത്ത് വന്ന് ഇങ്ങനൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തലയെ ചൊറിഞ്ഞു നിൽക്കും. നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയാണോ അതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പലർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. സത്യം പറഞ്ഞ് എന്നെയും പാറോട്ടെന്ന് അറിയത്തില്ല എൻ്റെ ചിന്ത. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അവിടെ പോയിട്ട് ജംഗ്ഷനിൽ ചോദിച്ചു, പറഞ്ഞു ഇവിടെ ഒരു പാസ്റ്റ് ക്രിസ്റ്റഫർ താമസിപ്പുണ്ട്, ഒരു പാസ്റ്റ് താമസിച്ചുണ്ട്. അപ്പോഴാണ് പറഞ്ഞു ലൈൻ നമ്പർ 6 കയറുമ്പോൾ ഒരു പാസ്റ്റ് ഉണ്ട്, ആ പാസ്റ്റ് ആയിരിക്കാൻ സാധ്യത. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയാൻ തക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് തുടങ്ങിയ കാര്യം. സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? എന്ത് മനസ്സിലായി? ശരി തന്നെയാണ്, എനിക്ക് നോട്ട മനസ്സിലായി. സ്തോത്രം. അവൻ നോക്കി ചിരിച്ച കാര്യം എന്നെ അറിയുന്നതിനെ കാട്ടി മാത്രം അവൻ പറഞ്ഞ കാര്യം. ഇപ്പോൾ ഡാഡി അറിയണമെങ്കിൽ അവനെ അറിഞ്ഞാൽ മതി. അപ്പോൾ അവൻ പറയാം സാമിൻ ഡാഡിയാന്ന് പറഞ്ഞ് അതാണ് നോട്ടവും ചിരി. കാര്യം എന്നേക്കാൾ അവനല്ല, അതാ നോക്കി ചിരിച്ച കാര്യം. സ്വത്രം പേയ്ക്കാൻ ഹാലലൂയ, കരുപൊരു സ്വത്രം പറഞ്ഞാൽ പ്രേസ്കാ സ്വത്രം. ഓക്കെ, ദൈവത്തിന് വിശ്വസ്തതയ്ക്കാൻ നന്ദി. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം, അവൻ യഹോ വന്നപ്പോൾ അവൻ ശമൂവേൽ യഹോവയെ അറിഞ്ഞു. 2, യഹോവയെ അറിഞ്ഞ ശേഷം അവൻ ശമൂവേലിനെ ജനം അറിഞ്ഞു. ഇതാണ് നമ്മുടെ ദൈവിക നിയോഗം. ഇന്ന് രാവിലെ അത് അനുഭവിക്കണം. സ്തോത്രം, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് 2 തീമോഥെയോസ് 1:12 നമ്മുടെ അശോകച്ചൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ അച്ചായൻ പറയും. സ്തോത്രം. ബൈബിൾ തുറക്കാൻ ഞാൻ പറഞ്ഞില്ല. നീയാണ് പാസ്റ്റർ ഭാര്യയായി പോകാനുള്ള മിടുക്കി. സ്തോത്രം. വേഗം സ്തോത്രം. ഒരു കല്യാണം ഏത് പാസ്റ്റർ നോക്കി വിടണം. സ്തോത്രം. വേഗം പ്രൈസ് ഗോഡ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്ക്, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഓർത്തോണം, എന്താണ് വാക്ക്? ഞാൻ ആരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അറിവ്. അത് ഉറച്ചിരിക്കുന്നു. അറിവ് ഉറപ്പ് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ മനസ്സിലാക്കണം, യഹോവ വന്ന് നിന്നതിന് ശേഷം ശമൂവേൽ ആരെ അറിഞ്ഞു? യഹോവയെ അറിഞ്ഞു. യഹോവ വന്നതിന് ശേഷം ശമൂവേലിനെ ആരറിഞ്ഞു? ജനം അറിഞ്ഞു. 3-ാമത്തെ വാക്ക് വായിച്ചേ. ആവശ്യത്തിന് 1 ശമൂവേൽ 10-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ചു. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന് തലയിൽ ഒഴിച്ചു. ആര് തലയിൽ? അവൻ രാജകീയ അഭിഷേകം കൊടുക്കാൻ തക്കവണ്ണം, അവൻ ശൗലിന്റെ തലമേൽ രാജകീയ അഭിഷേകം കൊടുക്കാൻ തക്കവണ്ണം ദൈവം ശമൂവേലിന്റെ കരത്തിൽ തൈലപാത്രം കൊടുത്തു. നിങ്ങൾ പറ, രാജാവാക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ രാജാവാണല്ലോ ഫസ്റ്റ് ഏതാ പേഴ്സൺ, 1-ാമത്തെ പൗരനാണ് സ്തോത്രം ഏതാ ഇന്ന് രാജാവ്. ഇനി രാജാവാക്കിയതിൻ്റെ അവസ്ഥ പറഞ്ഞേ. ശമൂവേലിനാണ് രാജാവാക്കിയത്. അപ്പോൾ ശമൂവേലിന്റെ സ്ഥാനം എവിടെയാണ്? ഏറ്റവും ടോപ്പിലാണ്. അശമസാദുണ്ട്. ആരറിഞ്ഞ ശേഷം? യഹോവ വന്ന് നിന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ആ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തെ വരുത്തി യഹോവയുടെ മുമ്പിൽ നാം ജീവിക്കുന്നു. യഹോവ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ബോധ്യത്തോടെ നാം നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞ കാര്യം, രാജകീയ വിളംബരം ചെയ്യാൻ, രാജകീയ അന്തരീക്ഷങ്ങൾ പ്രാപിപ്പാൻ, രാജകീയ ഉയർച്ച കൊടുപ്പാൻ തക്കവണ്ണം ദൈവം രാജകീയ അഭിഷേകത്തിലേക്ക് ദൈവാത്മ ഉയർത്തും. കരമടിച്ചൊന്ന് ആത്മാവിൽ പറയാമോ? എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കേട്ടോ, ദൈവം ആർ കടക്കാരനല്ല, ദൈവം ഉയർത്താൻ വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ കരമടിച്ച് പറയാമോ? ദൈവം പ്രത്യക്ഷപ്പെട്ട ശേഷമോ ദൈവം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പിലുള്ള അവസ്ഥ ഭയങ്കരമാണ്. സ്തോത്രം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. 2-ാം അധ്യായവും മറക്കാൻ പറ്റില്ല. 9-ാം അധ്യായം മറക്കാൻ പറ്റില്ല. 9-ാം അധ്യായം പ്രത്യേകം എന്ന് പറഞ്ഞത്
ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ എന്ന് പറയുന്ന ഒരു ഭയങ്കര മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ് അല്ലേ. ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് സൂര്യനേക്കാൾ മിന്നുന്നൊരു പ്രഭയോടുകൂടെ ഒരു വെളിച്ചം വന്നടിച്ചു, നിലത്ത് വീണു. പോകുന്ന പോക്ക് ക്രിസ്ത്യാനി കൊല്ലാൻ തക്കണം പോകുന്ന പോക്കാണ്. പെട്ടെന്ന് നിലത്ത് വീണു, കണ്ണ് അടഞ്ഞു. അവിടെ യൂദരെ വീട്ടിൽ കൊണ്ട് നിർത്തി. അനനിയാസ് എന്ന ഒരു പ്രാർത്ഥനക്കാരനോട് പറഞ്ഞു, യൂദരെ വീട്ടിനകത്ത് ദൈവസഭയെ ഉപദ്രവിക്കാനുള്ള ഒരു മനുഷ്യൻ ശൗൽ എന്ന മനുഷ്യൻ അവനെ കണ്ണ് കണതിരിക്കുക, നീ അവിടെ പോയി അവനെ കണ്ണ് തുറന്ന് അവനെ ശുശ്രൂഷയ്ക്ക് വേദനിക്കാൻ പറഞ്ഞു. അപ്പോൾ അനനിയാസ് പറഞ്ഞു, കർത്താവേ, ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുക അധികാരപത്രം വാങ്ങിയവനായതുകൊണ്ട് എനിക്ക് ഭയമുണ്ട്. അനന്യാസ് ദൈവം വേണ്ട, നീ ഭയക്കേണ്ട, അവരെ ഞാൻ ഒരു ശിശുവിനെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നീ അവിടെ പോയി അവൻ്റെ കണ്ണ് തുറന്നാൽ മാത്രം മതി. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വചനത്തിനകത്തുള്ള വാക്കാണ് ശൗലെ കാഴ്ച പ്രാപിക്ക എന്ന് അനന്യാസ് പറഞ്ഞ മാത്രയിൽ തൻ്റെ കണ്ണ് ചെതുമ്പൽ പോലെ തൻ്റെ കണ്ണ് വീണ ശേഷം അവൻ കാഴ്ച പ്രാപിച്ചു. ആ കാഴ്ചയും കാഴ്ചപ്പാട് പ്രാപിക്കുന്നതിന് മുമ്പിൽ ശൗൽ ഉപദ്രവകാരിയും ശൗൽ അനൊരു ഭയമായിരുന്നു. പക്ഷെ കാഴ്ചയും കാഴ്ചപ്പാടും പ്രാപിച്ച ശേഷമുള്ള ശൗൽ അല്ലെങ്കിൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി വെളിപ്പാടിൻ്റെ ആധിക്യമുള്ള ക്രിസ്തു കഴിഞ്ഞ ഒന്ന് വായിച്ച് കൊരിന്ത്യർ ലേഖനം 11 ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 11:1 വായിക്കാം. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 1 വാക്യം വായിച്ച വേഗത്തിൽ. 11 അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നീ എൻ്റെ അനുകാരി ആയിരിക്കണം. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അഭിഷേകം പ്രാപിച്ച ശേഷം, ചെതുമ്പൽ പോലെ ശക്തി വീണ ശേഷം, ദൈവത്തെ കണ്ട ശേഷം ദൈവത്തിൻ്റെ ദാസനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ പോലെ ആയെന്ന്. കണ്ടോ, ക്രിസ്തു വരുന്നതിന് മുമ്പിൽ ആരായിരുന്നു? കൊലപാതകൻ, ഉപദ്രവകാരി. ക്രിസ്തുവിനെ കണ്ട ശേഷം ആരായി മാറി? ക്രിസ്തുവിനെ പോലെയായി. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന വാക്ക്. കരമൊന്ന് ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാമോ? ഞാനൊരു വാക്ക് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശമൂവേൽ ആരായി മാറി? ഒരു ശ്രേഷ്ഠ പുരോഹിതനായി മാറി. ഏത് ടൈപ്പിൽ? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന തലത്തിൽ താൻ അധികാരമുള്ളവനായി മാറി. ഇനി നമുക്ക് ഒരു കാര്യം പറയാം. ഹന്നെ വിളിക്കാം, ഫോൺ ചെയ്തിട്ട് പറയാം, അമ്മാമേ ഇപ്പോൾ എന്തു പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹന്നൊരു വാക്ക് പറയും, തെറ്റായിപ്പോയില്ല. പറഞ്ഞവർക്ക് പറഞ്ഞ ഹന്ന പറയും, എൻ്റെ മകനെ ഞാൻ ദൈവത്തിന് വേണ്ടി നിവേദിച്ചത് സമർപ്പിച്ചതും തെറ്റായിപ്പോയില്ല. അന്ന് ആ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ പലരും നിരുത്സാഹപ്പെടുത്തി, പലരും വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഞാൻ ദൈവത്തിനോട് ഒരു വാക്ക് പറഞ്ഞത് ഞാൻ അത് ചെയ്തുകൊണ്ട് എൻ്റെ മകനെ ദാൻ മുതൽ ബർശേബ വരെ സകല മനുഷ്യർക്കും ഒരു വിശ്വസ്തനും പ്രസിദ്ധനുമായ ഒരു വ്യക്തിയാക്കി ദൈവം തീർത്തുവെങ്കിൽ ഒന്നൊരു കരമടിച്ച് ആത്മാവിൽ പറയാമോ? ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കപ്പെട്ട യഹോവ വന്നു നിന്നു. ഞാനൊരു കാര്യം കൂടി പറയട്ടെ മക്കളെ, ഇന്ന് ഈ വചനത്തെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പലരും ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? നോട്ട്സ് എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചിട്ട് കർത്താൻ ദൈവമേ പ്ലീസ് നീ എൻ്റെ വീട്ടിലോട്ട് വന്ന് നിൽക്കാമോ? ബിഫോറും ആഫ്റ്റർ നിങ്ങൾ പഠിക്കണം. ബിഫോറിൽ ഐ എം ബിഗ് സീറോയാണ്, പക്ഷേ ആഫ്റ്ററിൽ ഞാൻ ഹീറോയായി മാറുകയാണ്. കർത്താവേ, എനിക്ക് ബ്ലെസ്സിങ്സ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് കർത്താവേ ബ്ലെസ്സിങ്സ് കിട്ടി. എനിക്ക് പണ്ട് അനുഗ്രഹങ്ങളില്ലായിരുന്നു, ഞാൻ നെത്തിങ് ആരുമല്ലാതായിരുന്നു, ജീവിതത്തിൽ ഒത്തിരി ശൂന്യതായിരുന്നു. പക്ഷെ ഞാൻ യഹോവയെ പ്രാപിച്ച ശേഷം, ഞാൻ യഹോവയെ അനുഭവിച്ച ശേഷം എൻ്റെ രൂപം മാറി, എൻ്റെ ഭാവം മാറി, അന്തരീക്ഷം മാറി. പല തലത്തിലും അന്തരീക്ഷ വ്യത്യാസമുണ്ടായി. ഇത് രാവിലെ യഹോവ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ, യഹോവ എൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നുകൂടി ആ വചനത്തോ ചേർന്നൊന്ന് കരമടിച്ചെന്ന് പറയുക. കർത്താവേ, ആത്മാവിലെന്ന് കരങ്ങളടിച്ച് പറയുക. കർത്താവേ, യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വരും, യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വരും, യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വരും, എൻ്റെ കുടുംബത്തെ ഇറങ്ങി വരും, എൻ്റെ തലമുറയ്ക്ക് ഇറങ്ങി വരും. ആത്മാവിന് കരമടിച്ചു പറഞ്ഞേ, എൻ്റെ ദൈവം ഇറങ്ങും, എൻ്റെ ദൈവം വരും, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് വാക്കോട് പ്രവചന ആത്മാവിൽ പറയട്ടെ, നമ്മുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോവുകയാണ്, നമ്മുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്.
നമ്മുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരാൻ പോവുകയാണ്. യഹോവ വന്ന് നമ്മെ തൊട്ടതിന് ശേഷം നമ്മുടെ ലെവലുകൾക്ക് ഭയങ്കര മാറ്റം വരികയാണ്. ഞാൻ ആ ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. ലൂക്കോസ് വിശേഷം ഒന്ന് വായിച്ച് നിർത്താം. എൻ്റെ ഒരു ചിന്ത എൻ്റെ അകത്ത് കയറി നിൽക്കുന്നു. അത് വായിച്ച് വിട്ടില്ലെങ്കിൽ ആത്മാവിൽ അല്പം ഒരു വിഷമുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം പോരാ, 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു വിടാമോ? ശാലേമിൻ്റെ മകൻ വായിച്ചേ. ഏബർ ശാലമിന്റെ മകൻ, ശലാം കയീനാന്റെ മകൻ, കയീനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമെക്കിന്റെ മകൻ, ലാമെക് മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരദിന്റെ മകൻ, യാരദ് മെലല്യാവിന്റെ മകൻ, മെലല്യേൽ കയീനാന്റെ മകൻ, കയീനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. എനിക്ക് വിശാലമായിട്ട് മെസ്സേജാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ബൈബിൾ സബ്ജക്റ്റിൻ്റെ പാർട്ടാണ്. ആദാം ദൈവത്തിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആര് പ്രത്യക്ഷപ്പെട്ട ശേഷമാണ്. അപ്പോൾ ഇന്ന് ദൈവം നമ്മൾ പ്രത്യക്ഷപ്പെട്ട നമ്മൾ ആര് മകളാകുന്നു, ആര് മകനാകുന്നു? ദൈവത്തിൻ്റെ മകനാകുന്നു, ദൈവത്തിൻ്റെ മകളാകുന്നു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? കരം ഉയർത്തി. ഈ ആഴ്ച നമുക്ക് പറയാം, കർത്താവേ, ഈ തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ്, ആ തോട്ടത്തിൽ കൂടി സഞ്ചരിപ്പാൻ ഭാഗ്യം ലഭിച്ച ആദാമിന് ഹവ്വയും കാലാന്തരത്തിൽ ലൂക്കോസിനകത്ത് പരിശുദ്ധാത്മ കുറിച്ച് വെച്ചു. ആദാം ദൈവത്തിൻ്റെ മകൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പേര് മാറിയില്ലേ? മാറിയോ മോനെ? പേര് മാറിയില്ല. നാം ഇപ്പം ആരെ മക്കളാ? കാൺമീ നാം ദൈവത്തിൻ്റെ മക്കൾ, കാൺമീ നാം ദൈവത്തിൻ്റെ മക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നയിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളായി മാറി. എപ്പോഴാണ് ആ ദൈവം പ്രത്യക്ഷപ്പെട്ട ശേഷമുള്ളത്? രാവിലെ നമ്മൾ രൂപം മാറുന്നു, നമ്മുടെ ഭാവം മാറുന്നു, നമ്മുടെ അന്തരീക്ഷം മാറുന്നു, നമ്മുടെ ലെവൽ മാറുന്നു. ഈ ആഴ്ച നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമോ? ഈ ആഴ്ച നമുക്കൊന്ന് അനുഭവിക്കാമോ? ആ ദൂതൊന്ന് പ്രാപിച്ചെടുക്കാമോ? കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റത്തിൻ്റെ ദിവസങ്ങളായി മാറുവാൻ, ഒരു ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കുവാൻ, ഒരു ജീവിതത്തിന് അത്ഭുതങ്ങൾ സംഭവിപ്പാൻ ഈ ദൂത് ഇന്ന് ഉദകണമേ. ആമേ ശമുവേലേ 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 എന്ന് ദൈവം യഹോവ വിളിച്ചപ്പോൾ ആമേ ഒരു കൊച്ചു ബാലന്റെ ചെവിക്കകത്തേക്ക് യഹോവയുടെ ശബ്ദം വെളിപ്പെട്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. 3 പ്രാവശ്യം വിളിച്ചു. 4-ാമത്തെ പ്രാവശ്യം അമ്മ ഏലി പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്നെ വിളിച്ച ദൈവം നിന്നെ വിളിച്ചത്, പക്ഷെ ഇന്ന് എന്നെ വിളിക്കുന്നില്ല. ആമെ വിളിക്കാതെ നിന്നെ കിട്ടിയത് കൊണ്ടാണ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് ഇന്നു മുതൽ പറ, ആമേ അടിയാനിയതാ അടിയാനും അരുളി ചെയ്യണമേ. അരുളി ചെയ്ത ശേഷമുള്ള ശമുവേലിന്റെ നിലവാരമല്ല, ഭയങ്കര അത്ഭുതകരമായ നിലവാരമായിരുന്നു. രാവിലെ യഹോവയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുമടക്കിയ ധ്യാനത്തോട് നമുക്ക് പറയാം, കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് വ്യത്യാസം കൊണ്ടുവരണമേ. ഞാൻ അത്ഭുതമായി മാറുവാൻ, ഞാൻ വിശേഷതകൾ പ്രാപിച്ചെടുക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവേ. യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. ഓ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവൻ പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം.
ആത്മശക്തിയോടെ